അർച്ചന തുടങ്ങാം മാഷേ. തുടങ്ങുന്നത് സമയം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ജിൻഷ കയറുമ്പോഴേ ഒന്ന് ഒരു ഇടയിലൊരു സ്വാഗതം മോഡറേറ്റർ പറയാം ട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിംഗ് കോളേജ് മൂത്തകുന്നം ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പരിപാടിയായ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ സ്വാഗത പ്രസംഗത്തിനായി 1ാം വർഷ B.Ed ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി ഫൈസ ഖദീജയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. തീർച്ചയായും വായന എന്നത് വിചിത്രമായൊരു അനുഭൂതി തന്നെയാണ്. ഓരോ വായനയും അറിവിൻ്റെ പുത്തൻ ലോകങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. അത് മനുഷ്യൻ്റെ ചിന്തയെയും ജീവിതത്തെയും ആത്മീയമായും ഭൗതികമായും ഏറെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. നമ്മുടെ ഭാഷാ നൈപുണ്യത്തെ വിശാലമാക്കാനും ഇതേറെ ഉപകരിക്കുന്നു. ആയതിനാൽ വിവിധ പുസ്തകങ്ങളെ നമ്മിലേക്ക് പരിചയപ്പെടുത്തുന്നതിനായി SNM ട്രെയിനിംഗ് കോളേജ് ലിറ്റററി ക്ലബ്ബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണ വെബിനാറിലേക്ക് ഞാൻ ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സുഷ്മിത മിസ്സിനെ ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഹൃദയപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്ന പുസ്തകം ശ്രീമതി ജിൻഷ ഗംഗ രചിച്ച ഒഡ എന്ന കഥാസംഹാരമാണ്. മാമിനെ ഈ വെബിനാറിലേക്ക് ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുസ്തക നിരൂപണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമ്പള ഹയർ സെക്കൻഡറി അധ്യാപകനായ ഡോക്ടർ ശിവലാൽ KG മാഷാണ്. മാഷ് SNM ട്രെയിനിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. മാഷിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി ശ്രവിക്കുന്നതിനും വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഈ വെബിനാറിൽ ഒത്തുചേർന്ന എല്ലാ പുസ്തക സ്നേഹികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. നന്ദി ഫൈസ. ഇന്നേ ദിവസം പ്രതിവാര പുസ്തക നിരൂപണത്തിനായി എത്തിയിട്ടുള്ളത് SNM ട്രെയിനിംഗ് കോളേജിന്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടർ ശിവലാൽ KG ആണ്. ശ്രീമതി ജിൽഷ ഗംഗയുടെ ഒഡ എന്ന പുസ്തക നിരൂപണത്തിനായി ഡോക്ടർ ശിവലാൽ KGയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാറുണ്ട്, ജിത SNM കോളേജിൻ്റെ പ്രിൻസിപ്പല്, പിന്നെ ഡോക്ടർ ഹീര, പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളും പിന്നെ അവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ഈ ഒഡ എന്ന പുസ്തകം 9 കഥകളുടെ ഒരു സമാഹാരമാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ 9 കഥകളും വളരെ വ്യത്യസ്തമായ രചനാ പരിസരത്തിലുള്ള ഒരു കഥയാണ്. ജിൻഷ ഗംഗയെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല, എങ്കിലും ഈ കഥ വായിക്കുന്നതോടുകൂടി ആ ജിൻഷ ഗംഗ എന്ന അല്ലെങ്കിൽ ജിൻഷ നമ്മുടെ ആ കഥാലോകത്തിന് പുതിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. ഒഡ എന്ന പേര് കേട്ടപ്പോൾ ചിലരൊക്കെ എന്താണ് അതിൻ്റെ അർത്ഥം, വളരെ വിചിത്രമായിട്ടുള്ളൊരു പേര് എന്നുള്ള ആ രീതിയിൽ ചിലരിൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. ആ കഥ വായിച്ചാൽ മാത്രമാണ് നമുക്ക് ഒഡ എന്ന പേരിൻ്റെ അർത്ഥവും അതിൻ്റെ സാർത്ഥകമായ ഒരവസ്ഥയും നമുക്ക് മനസ്സിലാവുള്ളൂ. ജിൻഷ ഗംഗ എനിക്ക് തോന്നുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളിൽ എഴുതി തെളിഞ്ഞ ഒരാളായിട്ടല്ല എനിക്ക് തോന്നുന്നു. നമ്മുടെ നവമാധ്യമങ്ങളിലെ ഒരു എഴുത്തുകാരിയായിട്ടാണ് ജിൻഷ ഗംഗയെ എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം കുറച്ച് യാദൃച്ഛികമായിട്ടാണ് എൻ്റെ കയ്യിൽ വന്നുപെട്ടത്.
ഞാനും ഈ പുസ്തകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതൊരു മികച്ച പുസ്തകമാണ്, അത് ആ പുസ്തകം വിൽക്കുന്ന മാഡം തന്നെ ഇത് നല്ലൊരു പുസ്തകമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിച്ച പുസ്തകം എനിക്ക് വായിക്കാൻ തന്നപ്പോഴാണ് ഞാൻ ഈ വളരെ മലയാള സാഹിത്യത്തിലെ ഏറ്റവും അധികം ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കഥാസമാഹാരം ആണിതെന്ന് മനസ്സിലാക്കിയത്. കൃഷ്ണകുമാർ മാഷ് പറഞ്ഞപ്പോഴും ഞാൻ ഈ ഒട എന്ന പുസ്തകത്തെക്കുറിച്ച് പറയാം എന്ന് പറഞ്ഞത്. ഒട എന്ന കഥ ആദ്യത്തെ കഥയാണ് ഈ പുസ്തകത്തില്. അത് വടക്കൻ കേരളത്തിലൊക്കെ ചിരപരിചിതമായിട്ടുള്ള തെയ്യം കെട്ടുന്ന ഒരു കലാകാരന്റെ ജീവിതവുമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം ആവിഷ്കരിക്കുന്ന ഒരു കഥയാണ് ഒട. രാമൻ പണിക്കർ എന്ന പേരായിട്ടുള്ള ഒരു തെയ്യം കെട്ടുന്ന ആളുടെ ജീവിതം, പച്ചയായ ജീവിതം എന്ന് പറയാം. അത് വളരെ മനോഹരമായിട്ട്, അതൊരു ഇതിഹാസ തലത്തിൽ എത്തുന്ന രീതിയിൽ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ തെയ്യം കലാകാരൻ എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ഒക്കെ ഒത്തുചേരുന്ന ഒരു കഥയാണ് ഒട. ഒട എന്ന് പറയുന്നത് ഈ തീച്ചാമുണ്ടി തെയ്യം കെട്ടുന്നത് ആ തെയ്യം കലാകാരന്മാരില് അല്ലെങ്കിൽ തെയ്യം കെട്ടുകാരിൽ വളരെ വിദഗ്ധനായിട്ടുള്ള ആളാണ് തീച്ചാമുണ്ടി തെയ്യം കെട്ടുന്നത്. 20 വയസ്സിലെ തീച്ചാമുണ്ടി തെയ്യം കെട്ടുകയും അതിൽ പ്രസിദ്ധൻ എന്ന് പേരെടുക്കുകയും തെയ്യം മനുഷ്യൻ ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥയാണല്ലോ നമ്മൾ തെയ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവും അതുപോലെ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ മരണവും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള തീരുമാനവും, അങ്ങനെ വളരെ നമ്മുടെ ഹൃദയത്തെ വളരെയധികം മഥിക്കുന്ന ഒരു കഥയാണ് ഒട എന്ന കഥ. അവസാനം ഈ തെയ്യങ്ങളെയൊക്കെ വ്യാപാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ദുഃഖവും വിഷമവും ഒക്കെ ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവസാനം ഒരു തീച്ചാമുണ്ടി തെയ്യം കെട്ടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിന് കമ്മിറ്റിക്കാർ സമ്മതിക്കാതെ ഈ രാമൻ പണിക്കർ തന്നെ ഒരു തീച്ചാമുണ്ടി തെയ്യമായിട്ട് മാറുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുകയും ചെയ്യുന്നൊരു കഥയാണ് ഒട. അടുത്ത കഥ അഗ്രസന്ധനി എന്നാണ്. കഥയുടെ പേരിന് വളരെ വ്യത്യസ്തതയുണ്ട്. ഞാൻ അത്യാവശ്യം ഒന്ന് പരിഭ്രമിച്ചു ഈ വാക്ക് കേട്ടപ്പോൾ. അഗ്രസന്ധനി എന്നാണ് ആ കഥയുടെ പേര്. അത് തൻ്റെ ജീവിതം മാത്രം, തൻ്റെ പ്രൊഫഷണൽ ജീവിതം മാത്രം, ഒരു സ്റ്റെനോഗ്രാഫറായിട്ട് ജീവിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർ ആയതിനു ശേഷം ലൈബ്രറിയിൽ പോയിട്ട് സ്ഥിരമായിട്ട് പുസ്തകം എടുത്ത് വായിക്കുന്നു. അങ്ങനെ ആ പുസ്തകം ലൈബ്രറിയുമായിട്ട് പറ്റി 2 പേരുടെ മരണം ആണ് ആ കഥയിൽ ചിത്രീകരിക്കുന്നത്. റഹീം എന്ന് പറയുന്ന ആ ചായക്കടയിൽ ജീവിക്കുന്ന ചായക്കടക്കാരനായിട്ടുള്ള ഒരാളുടെ മരണം, അതിനുശേഷം ആ പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു പെൺകുട്ടിയുടെ മരണം. ഈ അഗ്രസന്ധനി എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ അത് സൂചിപ്പിക്കുന്നത് യമധർമ്മന്റെ രേഖയാണ്. അതായത് ഒരു നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച ഒരു രേഖ, ചിത്രഗുപ്തന്റെ കയ്യിലുള്ള രേഖയാണ് അഗ്രസന്ധനി എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ട് ഈ വാക്കിന്റെ പിന്നാലെ അന്വേഷിച്ച് പോയപ്പോൾ വളരെ ഉചിതമായിട്ടുള്ളൊരു തലക്കെട്ടായിട്ട് എനിക്ക് അതിന് തോന്നി. പുസ്തകങ്ങൾ മാത്രം വായിച്ച് ജീവിക്കുന്ന ഒരാളുടെ ചിന്തകള്, അല്ലെങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ഇവർ മരിച്ചു എന്ന് അന്വേഷിക്കുന്ന അയാൾ അവസാനം അദ്ദേഹം വായിച്ച പുസ്തകത്തിലെ കുറെ ആളുകൾ മരിച്ച
കാര്യങ്ങൾ എങ്ങനെ മരിച്ചു ഇതിന് ഉദാഹരണം ഇതാണ്. ജെറിമഡി ഡി സെന്റമോർ, അഭയാർത്ഥി യുദ്ധവീരനായ ഇയാൾ സ്വർണ്ണ സയനൈഡിന്റെ തീക്ഷ്ണഗന്ധമുള്ള പുക ശ്വസിച്ചു മരിച്ചു. കോന്തുണ്ണി പാഷാണം കലക്കിയ ആട്ടിറച്ചി വയറ്റിലെത്തി മരിച്ചു. അതുപോലെ തന്നെ രവി പാമ്പ് കൊത്തി മരിച്ചു. ഇങ്ങനെ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു കുറിപ്പോട് കൂടി ഓരോരുത്തരും വിഷാദം മുറ്റിയ മുഖത്തോടെ അയാളെ നോക്കി അയാളുടെ മുഖത്ത് ദുഃഖം നിറഞ്ഞു. പൊടുന്നനെ അത് തിളക്കമായി രൂപാന്തരപ്പെട്ടു. പലപ്പോഴും കഥ വളരെ അർത്ഥഗർഭമായിട്ട് അവസാനിക്കുന്നു. നമ്മുടെ ജിൻഷയുടെ കഥ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരമാണ്. പലപ്പോഴും ഇതിനകത്ത് നമ്മുടെ മനുഷ്യനൊരു ആമുഖം എന്ന പുസ്തകത്തിലെ ഒരു കാര്യം റഹീമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കഥയിലെ നായകൻ പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് റഹീമിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾ പറയുന്നത് അത് ശരിയാണ്, എൻ്റെ കുഞ്ഞ് പൂർണ്ണ വളർച്ചയെത്താതെ മരിച്ചുപോയി എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയുന്നു. അപ്പൊ വലിയൊരു സംഭവമായിട്ട് അത് പറയുന്നതെങ്കിൽ റഹീം അത് തൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമായിട്ട് വളരെ തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ രസകരമായ ചില സന്ദർഭങ്ങൾ ഉള്ള ഒരു കഥയാണ് അത്. മറ്റൊരു കഥ ഉമ്പാച്ചി, വളരെയധികം കഥയുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് അല്ലെങ്കിൽ കഥയുടെ ആ രചനാതന്ത്രം വളരെയധികം അടങ്ങിയിട്ടൊരു കഥയാണ് ഉമ്പാച്ചി. ഉമ്പാച്ചി എന്ന് പറയുന്നത് ആ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരാണ്. പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കിണർ പണിക്കാരനാണ് അതിലെ കേന്ദ്ര കഥാപാത്രം. ജിൻഷയുടെ കഥയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോ കഥയിലും വ്യത്യസ്തമായിട്ടുള്ള ജീവിത പരിസരങ്ങളാണ്. എല്ലാ കഥയും ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് എന്ന് ഒഴികെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ജീവിതചര്യകള്, വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഇത് വരുന്നൊരു കഥയാണ് ഉമ്പാച്ചി എന്ന കഥ. പ്രഭാകരൻ വിവാഹം കഴിക്കുന്ന ചന്ദ്രി എന്ന് പറയുന്ന അവൾക്കൊരു പൂച്ചയുടെ ഒരു സ്വഭാവമുണ്ട്, ഒരു കുറിഞ്ഞിപ്പൂച്ചയുടെ സ്വഭാവമുണ്ട്. അപ്പോ ഉമ്പാച്ചി ഈ പ്രഭാകരന്റെ അമ്മയാണ്. അവരുടെ പഴയ ഓർമ്മകളിലൂടെയൊക്കെ ആ കഥ പോകുന്നുണ്ട്. അവരുടെ ഭർത്താവിനോടൊത്ത് അവര് കിണർ പണിക്ക് പോയതും ആ ചന്ദ്രി ഈ വീട്ടിലെ കിണറ്റിനുള്ളിൽ വല്ലവരും വീണ് മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതും അതാരുമില്ല, ഞങ്ങൾ മരിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടാണ് ഈ കിണർ ഓരോ സന്ദർഭത്തിൽ കുത്തുന്നത് എന്ന് പറയുന്നതും. അവസാനം ഈ ചന്ദ്രിക്കും പ്രഭാകരനും ഒരു കുഞ്ഞുണ്ടാകുന്നു. ഈ ഉമ്പാച്ചിക്ക് ഒരു സഹോദരനുണ്ട്. അയാൾ ആ വീട്ടിലെ ഒരു ഒരു മന്ദബുദ്ധി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്തതായിട്ടുള്ളൊരു ആളാണ് അദ്ദേഹം. അദ്ദേഹമുണ്ട്. ഈ ചന്ദ്രിയുടെ ഒരു കുഞ്ഞിനെ ഒരു ദിവസം അവർക്ക് ജനിച്ച ജാനകി എന്നു പേരായ കുഞ്ഞിനെ കാണുന്നില്ല. അവസാനം കിണറ്റില് ചന്ദ്രിയുടെ കരച്ചിൽ കേട്ട് കിണറ്റിൽ പോയി നോക്കുമ്പോൾ അവിടെ കുഞ്ഞിനെ കിട്ടുന്നു. പിന്നെ കഥ മുന്നോട്ട് പോകുമ്പോൾ അത് കൊന്നത് ഈ അമ്മാവനാണ് എന്നുള്ള അല്ലെങ്കിൽ ഉമ്പാച്ചിയുടെ ആങ്ങളെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവസാനം കഥ അവസാനിക്കുന്നത് ഈ ചന്ദ്രി തന്നെയാണ് ഈ കുഞ്ഞിനെ ആ കിണറ്റിലിട്ട് കൊന്നത്. അവൾക്ക് ഒരു രഹസ്യ കാമുകൻ ഉണ്ടായിരുന്നു. അയാളുമായിട്ട് ചേരുന്നതിന് വേണ്ടി മുൻപ് ഈ ഒരു പൂച്ചയെ വളർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്പാച്ചി പറയുന്നുണ്ട് ഒരു പൂച്ചയുണ്ടായിരുന്നു, അത് പ്രസവിച്ചിട്ട് അതിന്റെ കുഞ്ഞിനെ മറ്റു കണ്ടൻ പൂച്ചയുമായിട്ട് ഇണചേരുന്നതിന് വേണ്ടിയിട്ട് ആ കണ്ടൻ പൂച്ചയ്ക്ക് കൊടുത്തു. അങ്ങനെ കണ്ടൻ പൂച്ച അതിനെ തിന്നു കളഞ്ഞു എന്നൊക്കെ സംഭാഷണം വരുന്നുണ്ട്. അപ്പോൾ അവസാനം നമുക്ക് മനസ്സിലാവുന്നത് ഈ കുഞ്ഞിനെ കിണറ്റിലിട്ട് കൊന്നത് ചന്ദ്രി തന്നെയാണ്. അവസാനം ആ ചന്ദ്രിയെ ആരും അറിയാതെ പ്രഭാകരനും ഉമ്പാച്ചിയും കൂടി അവളെ കൊല്ലുന്നതും കിണറ്റിൽ ഇടുന്നതും. പിന്നെ അവസാനം അവളുടെ കണ്ടന് വേണ്ടി മീൻകറി ഒരുക്കി കാത്ത് ഇരിക്കുന്നതും, ചോറ് വാരിയിട്ട് ചട്ടിയിലെ മീൻകറി മുഴുവൻ അതിലേക്ക് കമഴ്ത്തി ചോറും കറിയും കുഴച്ച് പാത്രവും എടുത്ത് അടുക്കള വാതിൽ തുറന്ന് വാതിലിന്റെ താഴത്തെ പടിയിൽ പാത്രം
വെച്ച് ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് കട്ടലപ്പടിയിൽ ഉമ്പാച്ചി കുന്തിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കഥ അവസാനിക്കുന്നത്. ഒരു രാരസംസർഗത്തിന്റെ കഥ മാത്രമായി പോകാവുന്ന ഒരു കഥയെ എത്ര മനോഹരമായിട്ടാണ് ജിൻഷ മറ്റൊരു തലത്തിലേക്ക്, ആ കുറിഞ്ഞിപ്പൂച്ച എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പൂച്ചകളുടെ, കണ്ടം പൂച്ചയുടെയും കുറിഞ്ഞിപ്പൂച്ചയുടെയും ആ ഒരു ജീവിതത്തെ എത്ര മനോഹരമായിട്ട് ഈ കഥയിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥാവായനയാണ്. മറ്റൊരു കഥ വിസലിറ്റ്സ എന്ന് പറയുന്ന കഥയാണ്. അതിൻ്റെ പേരും വിചിത്രമാണ്. അതും വളരെ ശ്രദ്ധേയമായ ഒരു കഥയാണ്. അതിനകത്ത് വിസലിറ്റ്സ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു അവസ്ഥാന്തരത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രഭാകരൻ എന്നു പേരായിട്ടുള്ള ഒരു ഒരു സാഹിത്യകാരൻ, ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ, അയാളുടെ സാഹിത്യകൃതികൾ പിന്നീട് പ്രസാധകര് പ്രസിദ്ധീകരിക്കാതാവുകയും പിന്നെ അദ്ദേഹം തന്നെ അതിനെപ്പറ്റി കുറെ അവാർഡ് കിട്ടിയ ആൾക്ക് അവസാനം ഒന്നും കിട്ടാതാവുകയും ഒരു പ്രസാധക അദ്ദേഹത്തിന്റെ കഥ കൃതി തിരിച്ചയക്കുകയും ആളുകൾ വായിക്കുന്നില്ല എന്ന് പറയാം. അപ്പോഴാണ് അയാൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത്. അയാളുടെ പരമ്പരാഗത ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ സാഹിത്യത്തിൽ നമുക്കറിയാം, സാഹിത്യത്തെ അടക്കി ഭരിക്കുന്ന കുറെ സാഹിത്യകാരന്മാരുണ്ട്. അവരുടെ ഇപ്പോൾ നമ്മൾ സാമ്പ്രദായിക മാധ്യമങ്ങളിലേക്ക് കഥ അയച്ചു കൊടുക്കുമ്പോൾ ആ കഥ പലപ്പോഴും തിരസ്കരിക്കപ്പെടുകയാണ്, അല്ല കഥയായാലും കവിതയായാലും. അവിടെയൊക്കെ ഒരു ഫോക്കസ് നിലനിൽക്കുകയും ചില സാഹിത്യകാരന്മാരായിട്ട് പേരെടുക്കുക മാത്രം ചെയ്തിട്ടുള്ള ആളുകളുടെ സാഹിത്യം മാത്രം അതിൽ അച്ചടിച്ചു വരികയൊക്കെ ചെയ്യുന്നു. അപ്പൊ പ്രഭാകരൻ ഈ പറയുന്ന നോവലിസ്റ്റ് തിരിച്ചറിയുന്നുണ്ട് ഈ തൻ്റെ കഥകളും നോവലുകളൊന്നും ആളുകൾ വായിക്കുന്നില്ല. അതിനു പകരം ഇപ്പൊ പുതിയതായിട്ട് നവമാധ്യമങ്ങളിൽ വരുന്ന കഥകളും നോവലുകളും ഒക്കെ കുറച്ചുകൂടി സാമ്പ്രദായിക സാഹിത്യത്തെ കവച്ചു വെക്കുന്നവയായിട്ട് അത് വായിക്കുന്നു. അവസാനം അയാൾ ആ എഡിറ്ററായിട്ടുള്ള പെൺകുട്ടിയുടെ തലയ്ക്ക് വലിയൊരു പുസ്തകം എടുത്തടിക്കുകയും ജയിലിലാവുകയും ആ ജയിലിലെ അനുഭവങ്ങൾ, കണ്ണൂർ സെൻട്രൽ ജയിലിലെ അനുഭവങ്ങൾ അയാളെ ആവേശിക്കുകയും അല്ലെങ്കിൽ ആ അനുഭവങ്ങളിൽ നിന്ന് അയാൾ പുതിയ ഒരു പുസ്തകം എഴുതുകയും ആ പുസ്തകം താൻ തലക്കടിച്ച ആ പെൺകുട്ടിക്ക് തന്നെ അയച്ചു കൊടുക്കുകയും അങ്ങനെ ആ പുസ്തകം പുറത്തു വരികയും ചെയ്യുന്ന ഒരു കഥയാണ് വിസലിറ്റ്സ എന്ന് പറയുന്ന കഥ. അടുത്ത ഒരു കഥ തെയ് വാഴുക എന്നൊരു കഥയാണ്. അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതിനകത്തൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ദീനാമച്ചി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ഗ്ലാഡിസും ബേബിച്ചനുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങള്. ആ ദീനാമച്ചി എന്ന് പറയുന്ന കഥാപാത്രം ശക്തമായിട്ടൊരു സ്ത്രീ കഥാപാത്രമാണ്. ഗ്ലാഡിസും ബേബിച്ചനും, ഗ്ലാഡിസിനെ അടക്കി ഭരിക്കുന്ന ഒരു ഭർത്താവാണ് ബേബിച്ചൻ. വളരെ മനോഹരമായിട്ട് കുടുംബജീവിതത്തിൽ ഇന്ന് സ്ത്രീകൾ, അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലെങ്കിലും സ്ത്രീകൾ അനുഭവിക്കുന്ന വല്ലാത്ത അനുഭവങ്ങളെ ചിത്രീകരിക്കുന്നതാണ്. ഇപ്പൊ ഗ്ലാഡിസിന് ഈ ബേബിച്ചൻ പറഞ്ഞിട്ട് മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അന്ന് കാലത്ത് മീൻ കൂട്ടി ഭക്ഷണം കഴിക്കണം എന്ന് നിർബന്ധിച്ചിട്ട് വയ്യാത്ത ഗ്ലാഡിസ് മീൻ നന്നാക്കാൻ പോവുകയും അതിനിടയിൽ വീഴുകയും കാല് ഉളുക്കുകയും അപ്പോഴും നമ്മുടെ ബേബിച്ചന്റെ ബേബിച്ചന്റെ ദേഷ്യം തീരാതിരിക്കുകയും അവസാനം വയ്യാതെ ഇരിക്കുമ്പോഴും തൻ്റെ ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ബേബിച്ചൻ നിൽക്കുകയും അതേസമയം തന്നെ മാർഗംകളിയുടെ പാട്ടുകൾ പാടി അവള് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞാൽ ഈ കഥയുടെ ആശയം നിങ്ങൾക്ക് പൂർണ്ണാവില്ല. മാർഗംകളിയുടെ പാട്ടുകൾ പാടുന്നു. ആദ്യം വിലക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടുകൾ അത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മാർഗംകളി ആദ്യം കളിച്ചിരുന്നത് പുരുഷന്മാരായിരുന്നു. പിന്നീടാണ് സ്ത്രീകൾ മാർഗംകളി കളിക്കാൻ തുടങ്ങിയത്. വിലക്കിയിട്ടും ആ സുഖമില്ലാതെ കിടക്കുന്ന ആ ഗ്ലാഡിസ് ഈ മാർഗംകളിയുടെ പാട്ടുകൾ ഉറക്കെ പാടുന്നതായിട്ട് വളരെ മനോഹരമായിട്ട് ആ പുരുഷ കേന്ദ്രിതമായിട്ടുള്ള കുടുംബ വ്യവസ്ഥയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നവും അതിനെതിരെ അവരുടെ മനസ്സിൽ ഉയർന്ന പ്രതിഷേധവും ആ പ്രതിഷേധം അവസാനം പുരുഷനെ തന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. മറ്റൊരു കഥ ഉപ്പ് എന്ന കഥയാണ്. എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തൊരു കഥയാണ് ഉപ്പ്.
ഉപ്പ് എന്ന കഥ ആനന്ദും വിഭജിക ആനന്ദിനെ സ്നേഹിക്കുന്നു. വളരെ വിചിത്ര സ്വഭാവമുള്ള ഒരാളാണ്, ഒരു ചിത്രകാരനാണ്. ഒരു സന്ദർഭത്തില് ഉപ്പിനെ ഏറ്റവും അധികം ഭയപ്പെടുന്ന ആളാണ്. ഉപ്പ് കഴിക്കാത്തത് കൊണ്ട് ആരോഗ്യം ക്ഷയിച്ച് അവസാനം മരണത്തിന് കീഴടങ്ങുന്ന ഒരു കഥാപാത്രമാണ് ആനന്ദ്. പ്രണയത്തോടു കൂടി വിഭജികയെ ഒന്ന് ചുംബിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ ചുണ്ടുകൾക്കിടയിൽ ഉപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മുതിരാതെ പിന്മടങ്ങുകയും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മരണാസന്നനായി കിടക്കുന്ന ഈ ആനന്ദിനെ വിഭജിക കണ്ടുമുട്ടുകയും ചെയ്യുന്നു. അവസാനം അല്ലെ, സാധാരണഗതിയിൽ നമ്മൾ ഈ ഉപ്പ് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള സാധനമാണ്. പക്ഷെ ആ ഉപ്പ് കഴിക്കാത്ത ഒരു ആള്, ചെറുപ്പത്തിൽ ഉപ്പ് കഴിച്ചിരുന്ന അയാളുടെ അച്ഛൻ മരിച്ചു പോയിട്ട് അമ്മ രണ്ടാമതൊരാളെ വിവാഹം കഴിച്ചതാണ്. അപ്പൊ ഉപ്പ് കഴിക്കാതെ ആയിത്തീരുന്നു അയാൾ. ആദ്യം ഉപ്പ് കഴിച്ചിരുന്നു, പിന്നീട് ഉപ്പ് കഴിക്കാതെ ആയിത്തീരുന്നു. അവസാനം കഥയുടെ അവസാനം അയാള് ഈ വിഭജികയ്ക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിത്രം ത്തിൽ നിന്നാണ് ആ ചിത്രം കാണുമ്പോഴാണ് നമുക്ക് അയാൾ അനുഭവിച്ചിരുന്ന വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. നിറയെ ഉപ്പ് വിതറിയ ഒരു പുരുഷലിംഗം, അഴിച്ചിട്ട കാക്കി പാന്റ്, അതിനു മുൻപിൽ മുട്ടുകുത്തി നിൽക്കുന്ന ട്രൗസർ മാത്രമിട്ട ചെറിയ ആൺകുട്ടി, അസാധാരണ വലിപ്പമുള്ള രോമങ്ങൾ നിറഞ്ഞ ബലിഷ്ഠമായ ഒരു കൈത്തണ്ട അവന്റെ പിൻകഴുത്തിൽ അമർത്തിപ്പിടിച്ച് അവനെ ലിംഗത്തിലേക്ക് അടുപ്പിക്കുന്നു. പ്രതിരോധിക്കാൻ കരുത്തില്ലാതെ കണ്ണുകൾ ഇറുക്കി അടച്ച അവന്റെ മുഖം. അതാണ് ആ ചിത്രത്തിലുണ്ടായിരുന്നത്. അതായത് ഇവന്റെ രണ്ടാനച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ ഇവനോട് പ്രകടമായ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ആ കുട്ടി ചെറുപ്പത്തിലെ തന്നെ ഈ പറയുന്ന ലൈംഗിക അതിക്രമത്തിന് വിധേയനായതുകൊണ്ടാണ് ജീവിതകാലം മുഴുവൻ ഉപ്പിനെ വെറുക്കുന്ന രീതിയിൽ, വേറൊരു രീതിയിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള നമ്മൾ പല പഠന ഗ്രന്ഥങ്ങളിലെല്ലാം മറ്റു രീതിയിലൊക്കെ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള രതിവൈകൃതങ്ങൾക്ക് അടിമയാകുന്ന അല്ലെങ്കിൽ ഇരയായിത്തീരുന്ന കുട്ടികൾ അവരുടെ ജീവിതം എത്രമാത്രം വികലമായി തീരുന്നു, അവരെ എത്ര വലിയ ഭീകരതയാണ് അനുഭവിക്കുന്നത് എന്ന ആ കാര്യം വളരെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തരികയും നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് ഉപ്പ് എന്ന കഥ. മറ്റൊരു കഥ ചാപ്പ ആണ്. അത് കാവുംകാട്ടിലെ രാഘവന്റെ ആടിനെ കാണാനില്ല എന്ന വാർത്ത പരക്കുന്നു. അതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണമാണ് ആ കഥ. പിന്നീട് ഒരു അന്ധവിശ്വാസം ആ പറമ്പിൽ താമസിക്കുന്നത് കൊണ്ടാണ് എന്ന് വരികയും അങ്ങനെ ആ പറമ്പിന്റെ ഒരു കുഴപ്പമായിട്ട് അതിന് ചാപ്പ കുത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ് ചാപ്പ എന്ന കഥ. ഈ കഥകളിൽ ആദ്യം പറഞ്ഞ കഥകളൊന്നും തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കഥയല്ല. അതിര് എന്ന കഥ ഒരു പത്രപ്രവർത്തക, ഒരു പുതിയ ഒരു സ്റ്റോറി. അതില് ഗാന്ധിജിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന അച്ചാമ്മയാണ് കേന്ദ്ര കഥാപാത്രം. അവരുടെ ജീവിതം, അവരുടെ ചുറ്റുപാടുകളും അവർ വിശദീകരിക്കുകയും അതൊരു റിപ്പോർട്ടർ അത് കവർ സ്റ്റോറി ആയിട്ട് അത് എഴുതാനായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഗാന്ധി, അത് വല്ലാത്തൊരു കഥയാണത്. ഗാന്ധിജി ആരാധിക്കുന്ന അച്ചാമ്മ തൻ്റെ മകന്റെ ഭാര്യ, വിദേശ വനിതയായിട്ടുള്ള UK ഉള്ള വനിതയായിട്ടുള്ള അവർ വന്ന് ഗാന്ധിജിയുടെ ചിത്രം എടുത്തു കളഞ്ഞ് അത് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവസാനം അവരൊരു ഇരട്ടക്കുഴൽ തോക്ക് കൊണ്ടുവന്ന് അവരെ വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടുന്ന് പറഞ്ഞയക്കുന്നതും ഒക്കെയാണ് കഥ. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഗാന്ധിസം അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുക, അല്ലെങ്കിൽ മനസ്സിലെ ഗാന്ധിയെ ഇല്ലാതാക്കി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് അതൊരു വിദേശ വനിത വന്ന് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വളരെ സൂക്ഷ്മമായിട്ടൊരു ആസൂത്രണം ചെയ്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് അതിര്. അതിര് എന്ന പേരിനും ഒരു വല്ലാത്ത ഒരു ധ്വന്യാത്മകതയുണ്ട്. വളരെ ശാന്തയായിട്ടുള്ള അച്ചാമ്മ ഗാന്ധിജിയുടെ ചിത്രമെഴുത്തുകളെയും പുസ്തകെഴുത്തുകളെയും അത് കത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അക്രമാസക്തയാവുകയും അവർ അതിര് വിടുകയും ചെയ്യുന്നത്. അതാണ് അതിര് എന്ന 8ാമത്തെ കഥ. മറ്റൊരു കഥ പെൺമാല. അത് ഒരു ആദിവാസി ആയിട്ടുള്ള ഒരാളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് പെൺമാല. അതും ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു കഥയാണ്.
കാട്ടിൽ താമസിക്കുന്ന ഗുഹയ്ക്കകത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന അയാളുടെ ഭാര്യ രണ്ടാമതും ഒരു പെൺകുട്ടിയെ പ്രസവിക്കുന്നതോടുകൂടി അയാളുടെ മതപരമായിട്ടുള്ള അയാളുടെ സമൂഹത്തിൽ അയാൾ അനുഷ്ഠിച്ചിരുന്ന ഒരു മതപരമായിട്ടുള്ള സ്ഥാനം അയാൾക്ക് ഇല്ലാതാവുകയും അയാളുടെ അവകാശം തിരിച്ചു കൊടുക്കേണ്ടി വരികയും ആ ഒരു ദുഃഖം ആവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കഥയാണ് പെൺമാല എന്ന കഥ. അതിമനോഹരമായ 9 കഥകളാണ് ഈ സമാഹാരത്തിലുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ജിൻഷ ഗംഗ എത്തിച്ചേർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത് ഇന്ന് നമ്മള് ഇപ്പൊ തന്നെ ഇതിന്റെ 4ാമത്തെ പതിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേയധികം വായനക്കാരുള്ള ഒരു കഥാകാരി കൂടിയാണ് ജിൻഷ ഗംഗ. ഇനിയും ഏറ്റവും കൂടുതൽ വളരെ കൈയടക്കത്തോടു കൂടി, വളരെ വ്യത്യസ്തതയോടുകൂടി, ആവർത്തന വിരസത ഒട്ടുമില്ലാതെ മനോഹരമായ, അതായത് ഓരോ വിശദാംശങ്ങളും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി അല്പം പോലും ഏച്ചുകെട്ടലില്ലാതെ കൃത്യമായിട്ട് ഒരു ചെറുകഥ എങ്ങനെയാണോ കൈയടക്കത്തോടു കൂടി എഴുതേണ്ടത് ആ രീതിയിൽ എഴുതപ്പെട്ട ഈ ഒട എന്ന കഥ മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അത് ഒരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല. അത് ഇനിയും ആളുകൾ വായിക്കപ്പെടുകയും ജിൻഷ ഗംഗ എന്ന സാഹിത്യകാരി ഇനിയും മനോഹരമായ ചെറുകഥകളും നോവലുകളും മലയാള സാഹിത്യത്തിന് സമ്മാനിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തക പരിചയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഇതോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്യും. വളരെ നല്ലൊരു വായനാനുഭവം പങ്കുവച്ചതിന് മാഷിനോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. നമ്മോടൊപ്പം ഈ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയിൽ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീമതി ജിൽഷ ഗംഗ എത്തിച്ചേർന്നിട്ടുണ്ട്. 1997 കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് മഴൂരിൽ ജനിച്ചു. കൊമേഴ്സിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞ് ഇപ്പോൾ തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. വായനക്കാരോട് കൂടുതൽ സംസാരിക്കുന്നതിനായി ശ്രീമതി ജിൽഷ ഗംഗയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. നമസ്കാരം. എനിക്ക് തോന്നുന്നു എന്റെ കുറച്ച് ജോലി സംബന്ധമായിട്ടുള്ള കുറച്ച് തിരക്കുകൾ കാരണം ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും എനിക്ക് കൃഷ്ണകുമാർ സാറിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ 8 മണിക്കാണ് മീറ്റിംഗ് എന്നറിഞ്ഞ സമയത്ത് മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ചിട്ട് അതിൽ പങ്കെടുക്കണം എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 8 മണി മുതൽ 8:30 വരെയാണ് പ്രിയപ്പെട്ട സാർ ഡോക്ടർ ശിവലാൽ സാറ് ഒഡയിലെ 9 കഥകളെ പറ്റിയിട്ട് അത്രയും എന്താ പറയാ, ലളിതമായിട്ടാണെങ്കിൽ പോലും അതിലുള്ള ഓരോന്നിന്റെയും അടക്കം, ഭാഷാശൈലി അടക്കം, അങ്ങനെ എല്ലാം എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്നുള്ളത് ഞാനിങ്ങനെ അമ്പരന്ന് കേൾക്കുകയായിരുന്നു. കാരണം ഒട്ടുമിക്ക ചർച്ചകളിലും ഇതുപോലെ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ ചില ഇങ്ങനെ അവതരണങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലത് കേൾക്കുമ്പോ ശരിക്കും ഇവരിത് വായിച്ചിട്ടുണ്ടോ? അല്ല ഇത് ഇനി ആരെങ്കിലും പറഞ്ഞ് കിട്ടിയതാണോ? അങ്ങനെയൊക്കെയുള്ള സംശയം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വായിച്ച് പറഞ്ഞ് കേട്ടതിന്റെ ബലത്തിലൊക്കെ പറയുന്ന സംസാരവും അല്ലാണ്ട് അവരവര് വായിക്കണ സംസാരവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പക്ഷെ ഇവിടെ ഇപ്പൊ സാർ ഇത്രയും സംസാരിച്ചത് ഇന്ന് എത്ര ഭംഗിയായിട്ടാണ് അത് വായിച്ചെടുത്തേന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു. അതിന് ആദ്യം തന്നെ ഇത്രയും ഗംഭീരമായിട്ട് എന്റെ കഥകളെ തൊട്ട് അറിഞ്ഞതിന് അത് അത്രയും ആഴത്തിൽ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിച്ചതിനൊക്കെ അദ്ദേഹത്തിനടുത്ത് നന്ദി പറയാണ്. പിന്നെ ഇങ്ങനൊരു പ്രോഗ്രാമിന് ക്ഷണിച്ചതിന് പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാറിന്റെ അടുത്തും ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. എനിക്ക് തോന്നുന്നു ഒട എന്റെ ആദ്യത്തെ കഥാസമാഹാരമാണ്. ഇവിടെ
തുടക്കത്തില് സാറ് പറഞ്ഞതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഒന്നും എഴുതിയിട്ട് വന്ന ആളല്ല ഞാൻ. ഞാന് എല്ലാവരും പറയുമല്ലോ നമ്മള് എഴുത്തുകാരാവണമെങ്കില് മാതൃഭൂമിയിൽ എഴുതണം എന്നൊക്കെ. പക്ഷെ ഞാൻ ഇതുവരെ മാതൃഭൂമിയിൽ ഒരു വരി പോലും എഴുതാത്ത ആളാണ്. മാതൃഭൂമിയിൽ എഴുതിയിട്ടില്ല. മലയാള വാരികയിൽ എഴുതിയിട്ടില്ല. അങ്ങനെ നമ്മള് പരമ്പരാഗതമായിട്ട് ആഘോഷിക്കുന്ന വാരികകളിലൊന്നും എഴുതാണ്ട് ഓൺലൈൻ മാധ്യമങ്ങളിൽ തന്നെ എഴുതി വന്നിട്ടുള്ള ആളാണ് ഞാൻ. ആഹ് എഹ് ഏതൊരു തുടങ്ങണ ഏതൊരാളെയും പോലെയുള്ള പരിമിതികൾ തന്നെയാണ്. നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരാളുടെ പേര് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പറയണ വാരികകളൊന്നും കഥകൾ പ്രസിദ്ധീകരിക്കില്ല. അത് അവര് വായിച്ചു നോക്കുക പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആഹ് അങ്ങനെ അയച്ചിട്ട് നിരാശപ്പെടേണ്ടി വന്നിട്ടുള്ള എത്രയോ ആൾക്കാരെ പിന്നെ ഒരിക്കലും എഴുതാത്തെ എഴുത്തീന്നങ്ങ് മാഞ്ഞു പോയിട്ടൊക്കെയുള്ള ഒത്തിരി പേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കുറച്ച് പേരെ കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ റിജക്ഷൻസ് ഒക്കെ എല്ലായിടത്തുനിന്നും നേരിട്ട കഥയാണ് ഒടയിലെ ഉപ്പടക്കമുള്ള കഥകള്. അപ്പോ ഏകദേശം ഒരു 2022 എഴുതിക്കഴിഞ്ഞ കഥകളാണ് ഇതൊക്കെയും. പിന്നെ 2022 അവസാനമാവുമ്പഴത്തേന് ഈ കഥകളൊക്കെ കൂടിയിട്ട് എല്ലായിടത്തുനിന്നും റിജക്ഷൻസ് കിട്ടിയപ്പോ എന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനതൊരു പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. വേറൊരു പബ്ലിക്കേഷനെ സമീപിച്ച് അതൊരു പുസ്തകമാക്കാം എന്നുള്ളൊരു നിലയിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും പലവിധ കാരണങ്ങളാൽ അങ്ങ് മുടങ്ങി. അതിനുശേഷാണ് 2023 ഞാൻ ട്രൂ കോപ്പി എന്നുള്ള ഓൺലൈൻ മാധ്യമത്തിലേക്ക് ഒട അയച്ചു കൊടുത്താലോന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പം എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു ഈ ഫീൽഡില്. ഞാന് എഴുത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാനങ്ങനെ ഒരു ക്യാമ്പസിന്റെ ഒരു പിന്തുണയിലോ അങ്ങനെ അല്ലെങ്കിൽ മുതിർന്ന എഴുത്തുകാര് അങ്ങനെ ആരുടെയും ഒരു പിന്തുണയും ഉണ്ടായിരുന്നില്ല. ഒരാളെയും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ് ഇതിന്റെ മുന്നോട്ടുള്ള നടപടികളെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ട്രൂ കോപ്പിയുടെ മെയില് ഒരു സുഹൃത്ത് വഴി വാങ്ങി മെയിൽ അയച്ച് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ അവര് കഥ പ്രസിദ്ധീകരിച്ചു. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഈ പറയുന്ന മാതൃഭൂമിയിൽ എഴുതിയാലേ അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാലേ ആൾക്കാര് വായിക്കപ്പെടൂ എന്നുള്ള സകല ധാരണകളും തിരുത്തിയിട്ടുള്ള ഒന്നായിരുന്നു എന്റെ ആ ഒട എന്ന് പറഞ്ഞിട്ടുള്ള കഥ ട്രൂ കോപ്പിയിൽ പ്രസിദ്ധീകരിച്ച സമയം. കാരണം പല നാടുകളിൽ നിന്ന് അത് വായിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇത് ഗൂഗിളില് പിന്നീട് അവൈലബിൾ ആവുന്നതുകൊണ്ട് തന്നെ എവിടുന്ന് ഏത് നാട്ടിലിരുന്നിട്ടും ആർക്കും വായിക്കാന്നുള്ള അവസ്ഥയായിരുന്നു. അപ്പൊ ഏകദേശം 2023 തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ കഥ 23 അവസാനിക്കുന്നിടത്തം വരെ ആൾക്കാര് വായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പൊ അങ്ങനെ ഒരു വായനയാണ് ഈ പറയുന്ന നവമാധ്യമങ്ങളിൽ എഴുതിയ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ സാർ ആ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നവമാധ്യമത്തിലാണ് എഴുതിയെന്നുള്ള കാര്യം 100% ശരിയാണ്. അതില് അത് എവിടെ പറയാനും വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് എനിക്കത്. എന്താച്ചാ അങ്ങനെ എഴുതി തുടങ്ങുന്നവര് പിൽക്കാലത്ത് ഒരു പുസ്തകം ഇറക്കിയാലും അല്ലെങ്കില് അങ്ങനെ ആരും ശ്രദ്ധിക്കപ്പെടൂല എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള തോന്നലുകൾ മാത്രമല്ല ഇങ്ങനെ പലരും പലയിടത്തുനിന്നുമുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതായത് നമ്മളിപ്പം ഒരു പ്രോഗ്രാമിന് പോണ സമയത്താണെങ്കിലും ആ പുസ്തകം റിലീസ് ആവണത് വരെ ഒരു പ്രോഗ്രാമിന് പോണ സമയത്താണെങ്കിലും കഥാകാരിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും പരിചയപ്പെടുത്തുമ്പോ ഏതിലൊക്കെയാണ് കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം വരും. അപ്പൊ നമ്മൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ പേര് പറയുമ്പോ അല്ലെങ്കില് പിന്നീടാണ് എന്റെ കഥകൾ മാധ്യമത്തിലും ദേശാഭിമാനിയിലും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പേര് പറയുമ്പോഴും ഒരു എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഒരു 50 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാര് പിന്നെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള വലിയ എഴുത്തുകാര് ഇവരുടെയൊക്കെ പെട്ടെന്നുള്ള തിരിച്ചു ചോദ്യം എന്ന് പറയുന്നത് മാതൃഭൂമിയിൽ കഥ വന്നിട്ടില്ലേ എന്നാണ്. അപ്പൊ മാതൃഭൂമിയിലെ കഥ വന്നില്ലെങ്കിൽ അത് വലിയൊരു കുറവാണ് എന്നുള്ള തരത്തില് നമ്മളെ തന്നെ പറഞ്ഞ് തളർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതിനൊക്കെ ഇടയിലാണ് ഞാൻ ഈ നവമാധ്യമങ്ങളിലൂടെ എഴുതി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അക്കാര്യം സാർ ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ട് ഇപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കുറച്ചധികം സംസാരിച്ചത്. പിന്നെ ഈ പറയുന്നത് പോലെ പുസ്തകം DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. അതും
ഒരുപക്ഷെ പണ്ട് കാലത്തൊന്നും നടക്കണ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം DC പോലുള്ള ഒരു പബ്ലിക്കേഷൻസ് ഒക്കെ ആദ്യത്തെ ഒരു പുസ്തകം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും എളുപ്പമായിരുന്നില്ല. അവിടെയും എനിക്ക് ഈ ഒട എന്നുള്ള കഥ എന്നെ വല്ലാണ്ട് സഹായിച്ചുന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു വർഷം 2023 വർഷത്തില് ഏറ്റവും അധികം വായിക്കപ്പെട്ട മലയാള കഥകളുടെ കൂട്ടത്തിൽ ഒട ഉണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അത്രയധികം റിവ്യൂസ് എനിക്ക് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം അതൊരു പക്ഷേ DC ബുക്സിന്റെ ശ്രദ്ധയിലേക്ക് അത് എത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഒരു പുസ്തകം ഒരു തവണ മറ്റൊരു പബ്ലിക്കേഷന്റെ അടുത്ത് പോയി വേണ്ടാന്ന് വെച്ച് ഞാൻ റിജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം തന്നെ അങ്ങ് ഉപേക്ഷിച്ച സമയത്താണ് DC പോലുള്ള ഒരു പബ്ലിക്കേഷൻ ഇങ്ങനെ ഒരു ആലോചനയായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒടാന്നുള്ള കഥാസമാഹാരം സംഭവിച്ചത്. അതില് ഉം പുസ്തകം ഇറക്കണ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഈ എഴുത്തിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഒക്കെ എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഒരു പ്രയാസം തോന്നിയിട്ടുള്ളത് എനിക്കങ്ങനെ സാഹിത്യ ഭാഷ അത്ര വഴങ്ങില്ല എന്നുള്ളതാണ്. അതായത് ഉപമകളാണെങ്കിലും അലങ്കാരങ്ങളാണെങ്കിലും അങ്ങനെയുള്ള പ്രയോഗങ്ങളോ ഇതൊന്നും എനിക്ക് അത്ര വഴങ്ങിത്തരാറില്ല. അതായത് ഞാനെപ്പഴും നേരെ നമ്മള് സംസാരിക്കണ ഭാഷയിൽ അല്ലെങ്കില് നമ്മള് പറയണ ഈ ശുദ്ധമായിട്ടുള്ള നമ്മള് പത്ര റിപ്പോർട്ടൊക്കെ കാണുന്ന പോലുള്ള ഉം ഭാഷകളിലാണ് എനിക്കെപ്പഴും കഥകൾ എഴുതാൻ പറ്റാറുള്ളത്. അപ്പൊ അങ്ങനെ കുറേയധികം പരിമിതികള് കഥകളിലുണ്ട്ന്നറിഞ്ഞിട്ടും ഞാൻ ആ പുസ്തകം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഒട എന്ന കഥാസമാഹാരം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആഹ് ഈ ചർച്ചയടക്കം പുസ്തകത്തിന് കഴിഞ്ഞ ജൂണിലാണ് പുസ്തകം പുറത്തു വന്നത്. ഏകദേശം 6 മാസം കഴിഞ്ഞു. ഇത് 7ാമത്തെ മാസം കഴിയാൻ പോണു. പക്ഷെ ഇതിനിടയില് എത്രയധികം ചർച്ചകള് പുസ്തകത്തിന് ഉണ്ടായിന്ന് എനിക്കറിയില്ല. അത്രയും ഞാൻ നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ചർച്ചകൾ ഉണ്ടായി. പിന്നെ 6ാമത്തെ പതിപ്പിലേക്ക് പുസ്തകം എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുമ്പോ ശരിക്കും അത് ഒരു എഴുത്തിലേക്കുള്ള ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയില് എനിക്ക് വലിയ പ്രതീക്ഷയാണ് തരുന്നത്. കാരണം നമ്മള് അതുവരെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ള കുറെയധികം തെറ്റായ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് സാഹിത്യ ഭാഷ ഉണ്ടായാൽ മാത്രമേ പുസ്തകം വായിക്കപ്പെടുള്ളൂ. അല്ലെങ്കിൽ വായനക്കാരില്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അതിനു മുന്നെയൊക്കെ കുറേ സ്ഥലത്ത് പ്രോഗ്രാമിന് പോയാൽ ആദ്യം കേൾക്കണ ഒരു പരാതി എന്ന് പറയുന്നത് വായനക്കാരുണ്ടായി ഇങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പക്ഷെ ഒട ഇറങ്ങിയ സമയത്ത് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. എവിടുന്നൊക്കെയാണ് ആൾക്കാര് പുസ്തകം വായിച്ചിട്ട് വിളിക്കണേന്നുള്ളത് എനിക്ക് തന്നെ പിടുത്തമുണ്ടായിരുന്നില്ല. അത്രയും ആ പുസ്തകം ഇറങ്ങിയ ആ ഒരു സമയത്ത് ആ ഒരു 2 മാസം എനിക്ക് അത്രയധികം മെസ്സേജ് ആയാലും പുസ്തകം വായിച്ചിട്ടുള്ള അഭിപ്രായങ്ങളായാലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വലിയ സന്തോഷാണ്. കാരണം മലയാളത്തില് നമ്മുടെ മലയാള സാഹിത്യം നോക്കുവാണെങ്കിൽ അല്ലെങ്കില് നമ്മളിപ്പോ വായനശാലകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മള് ബുക്ക് സ്റ്റാളുകളില് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നോവലുകള് സ്വീകരിക്കപ്പെടുന്ന അത്ര ഒരിക്കലും കഥകള് വായിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ വായിക്കപ്പെടുകയാണെങ്കിൽ തന്നെ അതൊക്കെ വലിയ കഥാകൃത്തുക്കളുടെ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഈ പറയണ പോലെ മലയാളത്തിലുള്ള സീനിയർ കഥാകൃത്തുക്കളുടെ കഥകൾ മാത്രമാണ് ഒരുപാട് വായിക്കപ്പെടുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒട വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്നെ പോലെ ഒരാളെ സംബന്ധിച്ച് വലിയ അത്ഭുതവും അതിശയവും സന്തോഷവും ഒക്കെ ആയിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മള് അത്രയും റിജക്ഷൻസ് നേരിട്ടിട്ട് ആഹ് എന്താ പറയാ ഇതൊന്നും കഥകളല്ല എന്നൊക്കെയുള്ള ഒരു തോന്നല് ഉണ്ടായി. അങ്ങനെ ഇരിക്കണ സമയത്താണ് പുസ്തകം നല്ല രീതിയിൽ വായിക്കപ്പെടുന്നത്. അതില് വലിയ സന്തോഷമുണ്ട്. ഉം അതിന്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനെ ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ഇവര് എഴുത്തനുഭവങ്ങള് പങ്കുവയ്ക്കണം എന്നുള്ള രീതിയിൽ കൃഷ്ണകുമാർ സാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എഴുത്തനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കും എന്നാ എഴുതി തുടങ്ങിയെന്നൊക്കെ എല്ലാരോടും ചോദിക്കുന്ന മാതിരി ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയണ ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ എന്ന് എഴുതി തുടങ്ങി അല്ലെങ്കിൽ ആദ്യം എഴുതിയ കഥ ഏതാ ഇങ്ങനെയൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഇതൊന്നും ഓർമ്മ കിട്ടാറില്ല. പക്ഷെ ആദ്യം എഴുതിയിട്ടുള്ള ഒരു കഥയുടെ ഒരു ചുരുക്കമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്.
അതിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് 1, 2 പക്ഷെ എന്ന് എഴുതി തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും എനിക്കില്ല. എന്നോ ഈ പറയണത് പോലെ ഡയറികളിലും അല്ലെങ്കിൽ മറ്റ് നോട്ട് പുസ്തകങ്ങളുടെ പുറകുവശങ്ങളിലും ഒക്കെ കവിതകളായിട്ടും അങ്ങനെ എന്തെങ്കിലും തോന്നലുകളായിട്ടൊക്കെ കുറച്ച് വരികളൊക്കെ കുത്തിക്കുറിക്കുന്ന ഓർമ്മയുണ്ട്. പക്ഷെ എനിക്കിപ്പോ ഓർക്കുമ്പോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ അതൊക്കെ ശരിക്കൊരു സാഹിത്യം എഴുതാനുള്ള ഒരു ശ്രമമായിരുന്നു. അതായത് കുറെ ഉപമകൾ എഴുതാനുള്ള ഞാൻ വായിക്കുമായിരുന്നു. എനിക്ക് വായന ഭയങ്കര ഇഷ്ടായിരുന്നു. ഞാന് ഇവിടുന്ന് എന്ത് പേപ്പർ ഇപ്പഴാണ് വായന കുറവ്. ശരിക്കും ഈ ഫോണിന്റെ ഒക്കെ വരവിന് ശേഷമാണ് വായന കുറവെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലാത്ത സമയങ്ങളിലൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എന്ത് പേപ്പർ എവിടുന്ന് കിട്ടിയാലും എനിക്കത് മുഴുവൻ വായിച്ചില്ലെങ്കിൽ സമാധാനം വരില്ലായിരുന്നു. അങ്ങനെ വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ആ വായനയില് കാണണ കുറെ കാര്യങ്ങള് നമ്മള് ആ ഭാഷ എടുത്തിട്ട് കുറിപ്പുകൾ എഴുതുക. അങ്ങനെയൊക്കെ എഴുതിയ കാലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറെ വർഷങ്ങൾക്ക് ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്. അല്ലാതെ നമ്മള് ആ കലോത്സവത്തിന്റെ സമയത്ത് കഥാരചന വരുന്നു, പങ്കെടുക്കുന്നു, പ്രൈസ് കിട്ടുന്നു. കവിതാരചന വരുന്നു, പങ്കെടുക്കുന്നു, പ്രൈസ് കിട്ടുന്നു. അതിനപ്പുറം ഇത് അയച്ചു കൊടുക്കാൻ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ ഇങ്ങനെ കഥകൾ പബ്ലിഷ് ചെയ്ത് വരും എന്നുള്ളതോ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാന് അന്നൊന്നും ഒരു മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കണ്ടിട്ടില്ല, ദേശാഭിമാനി ആഴ്ചപ്പതിപ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു ആഴ്ചപ്പതിപ്പുകളും ഞാൻ കണ്ടിട്ടില്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആഴ്ചപ്പതിപ്പുകളൊക്കെ ഞാൻ എഴുതി തുടങ്ങിയ കാലത്താണ് ഞാൻ ശ്രദ്ധിച്ചത്. ആഴ്ചപ്പതിപ്പിൽ പറഞ്ഞതുപോലെ ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ട് വളർന്നിട്ടുള്ള എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂരിലൊരു ഗ്രാമാണ്. കണ്ണൂര് തളിപ്പറമ്പിലൊരു ഗ്രാമാണ്. അപ്പോ ഞാൻ കുട്ടിക്കാലം തൊട്ടേ കണ്ടിട്ടുള്ളത് നിറയെ തെയ്യങ്ങളാണ്. ആഹ് തെയ്യക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ തീരണ വരെ അത്രയധികം തെയ്യങ്ങള് ഉള്ള ഒരു നാടാണ് എന്റേത്. പിന്നെ വീടുകളിലായിട്ടും കാവുകളിലായിട്ടും ഒക്കെ. അപ്പൊ ഈ തെയ്യം എന്നുള്ളത് വലിയൊരു ഒബ്സഷൻ ആയിരുന്നു എനിക്ക്. പിന്നെ ഈ പറയുന്ന പോലെ എൻ്റെ അമ്മയുടെ തറവാടിനടുത്തായിട്ടൊരു തെയ്യം കലാകാരന്മാരുടെ തറവാടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോ അതോ ചെറുപ്പം തൊട്ടേ ആ വീട്ടില് ഇപ്പൊ എന്റെ വീട്ടില് നിൽക്കുന്നതിനേക്കാളും ഞാൻ ആ വീട്ടില് വളർന്ന ഒരാളാണ്. അമ്മ പണിക്ക് പോണ സമയത്ത് അവിടെ ആക്കിയിട്ട് പോകും. അങ്ങനെ ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ മുക്കും മൂലയും അറിഞ്ഞ് വളർന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എന്റെ വീട് പോലും അത്ര പരിചയമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആ വീട്ടില് വളർന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് തെയ്യത്തിനെ പറ്റിയിട്ട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആഹ് കഥ പ്രസിദ്ധീകരിച്ച സമയത്ത് കുറെ പേര് ഇപ്പൊ പുസ്തകമായിട്ട് ഇറങ്ങിയ സമയത്ത് വായിക്കുന്നവരിൽ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സമുദായത്തിൽ പെട്ട ആളാണോ എന്നുള്ളത്. പക്ഷെ എനിക്കങ്ങനെ ആണെങ്കിലും സന്തോഷമേ ഉള്ളൂ. പക്ഷെ അല്ല, ഞാൻ ആ സമുദായത്തിൽ പെട്ട ആളായിരുന്നില്ല, അല്ലെങ്കിൽ ആളല്ല എന്ന് തിരിച്ചു പറയുമ്പോൾ അവർക്കുള്ള ഒരു അത്ഭുതം ഞാൻ കാണാറുണ്ട്. പക്ഷെ ആ സമുദായത്തിൽ അല്ലെങ്കിലും ഞാൻ അവരിൽ ഒരാളായി വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം അങ്ങനെ ആ വീട്ടിൽ വളർന്ന ആഹ് ആ വീട്ടിലെ തോറ്റമ്പാട്ടുകൾ കേട്ട് അവരുടെ കൂടെ തെയ്യപ്പറമ്പുകളിൽ പോയിട്ട് അവരുടെ കൂടെ അവിടെ കിടന്നുറങ്ങി അങ്ങനെ വളർന്ന ആഹ് എനിക്ക് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അതായത് ഈ തെയ്യം എന്നുള്ള ഒരു അനുഷ്ഠാനം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു ആൾക്കാര് കണ്ടിട്ടുണ്ടായിരുന്നത്. അതിലപ്പുറം ഈ
തെയ്യം കെട്ടുന്നവർ അതിനെങ്ങനെയായിരുന്നു സമീപിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ളതും കാലം മാറി വന്ന സമയത്ത് അവർക്ക് അതിലുണ്ടായിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ആകെ മൊത്തം ഈ ഒരു തെയ്യത്തിനുണ്ടായിട്ടുള്ള ഒരു മാറ്റം, ഇതൊക്കെ ശരിക്കും കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണൂരൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരൊക്കെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും തെയ്യക്കാലത്തൊക്കെ ജീവിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഞങ്ങളുടെയൊക്കെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് മുഴുവനായിട്ട് തെയ്യമായിട്ട് ചുറ്റിപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. അതായത് ഞങ്ങളുടെയൊക്കെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഈ പറയണ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കിടക്കുന്നതാണ്. ഞങ്ങളുടെ ഒരു വർഷം തുടങ്ങണ തന്നെ തെയ്യക്കാലത്തിൽ നിന്നാണ് തുടങ്ങും. അല്ലെങ്കിൽ ഞങ്ങളൊരു ഓരോ തെയ്യക്കാലവും ഞങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാലാണെന്നൊക്കെ പറയാം. അതായത് കാവിലെ തെയ്യാവാറായി, അപ്പൊ നമുക്കതെങ്ങനെ ഗംഭീരാക്കണം, അല്ലെങ്കിൽ അതിന്റെ നേർച്ചകൾ എന്തൊക്കെ കൊടുക്കണം, ഇങ്ങനെ ഒരു 1 2 മാസം മുന്നേയൊക്കെ ആലോചിച്ച് തീരുമാനിക്കണ ഒരു നാടാണ്. അപ്പോ ആ ഒരു നാടിന്റെ സംസ്കാരം ഒന്നാകെ ഈ ഒരു അനുഷ്ഠാന രൂപത്തിലങ്ങ് പെട്ട് കിടക്കുന്ന സമയത്ത് ഈ അനുഷ്ഠാനം മാറുന്തോറും ആ സംസ്കാരമാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ ഈ ഒരു സംസ്കാരം നിരീക്ഷിച്ച് അതിനകത്ത് തന്നെ വളർന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും എൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ ഒന്നും എൻ്റെ മറ്റാരെക്കാളും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു തലമുറയിലുള്ള മറ്റാരെക്കാളും ഒരു പക്ഷെ എനിക്കിത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. നാടെങ്ങനെ ഇതിനനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോ അങ്ങനെ ഒരു നാടിന്റെ മാറ്റം എഴുതണം എന്നുള്ള രീതിയിലാണ് ആദ്യം ഞാൻ തെയ്യത്തിലേക്ക് വന്നത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടിനെ, അത് കണ്ണൂരിലെ ഏത് ഗ്രാമമാവട്ടെ, നാടിനെ അടയാളപ്പെടുത്തി എഴുതണമെങ്കിൽ അതിന് തെയ്യം കൂടിയേ തീരുള്ളൂ. ഞാൻ എഴുതണ സമയത്ത് പല എഴുത്തുകാരിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു. "നിങ്ങൾ കണ്ണൂരുകാർക്ക് ഇനിയും തെയ്യത്തിനെ കുറിച്ച് എഴുതി മതിയായില്ലേ? ഇതെല്ലാവരും എഴുതുന്നതല്ലേ?" എന്നൊക്കെ. പക്ഷെ ഒരു സത്യം എന്ന് വെച്ചാൽ നമ്മള് എന്തെഴുതുമ്പോഴും അത് തെയ്യം തൊടാതെ എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ അത്രയധികം ആഹ് തെയ്യം എന്നുള്ള കലാരൂപമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓരോ വീട്ടിലും ഓരോ തെയ്യം ഉണ്ടെന്നുള്ള രീതിയിൽ ജീവിക്കുന്നവരാണ് ഞങ്ങള്. ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കുമ്പോ ചിലപ്പോ വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ പറയും, "ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കരുത്, ഗുളികൻ വരുന്ന സമയാന്ന്." ഇങ്ങനെ പറയും. ഗുളികൻ എന്ന് പറയുന്നത് തെയ്യാണ്. അപ്പൊ ഉച്ചയ്ക്ക് ഇറങ്ങി നടക്കുമ്പോൾ പറയും ഗുളികൻ വരണൂന്ന് പറയും. കുറച്ച് ഒച്ചത്തിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒച്ച എടുത്തു കഴിഞ്ഞാൽ, അത് പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ആരായാലും ഒച്ച എടുത്തു കഴിഞ്ഞാല് പിന്നെ ഉച്ചിട്ട കൂക്കുന്ന പോലെ എന്ന് പറയും. ഉച്ചിട്ട എന്ന് പറയുന്നത് ഒരു തെയ്യാണ്. അങ്ങനെ എന്തിനേം ഏതിനേയും തെയ്യമായിട്ട് ബന്ധപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അപ്പോ അങ്ങനെ നാടിനെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും എഴുതണം എന്ന് വിചാരിച്ചപ്പോഴാണ് അതിലേക്ക് തെയ്യം കയറി വന്നത്. പിന്നെ തെയ്യത്തിലെ തന്നെ കുറേയധികം തെയ്യങ്ങളുണ്ട്. പറയണ പോലെ തീച്ചാമണ്ടി അടക്കമുള്ള എത്രയോ തെയ്യങ്ങളുണ്ട്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനീ തെയ്യം കലാകാരന്മാരുടെ കുടുംബത്തില് വളർന്ന ആളാണ്. അതിന്റെ എല്ലാം അറിഞ്ഞ് വളർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏറ്റവും പ്രായം ചെന്നിട്ടുള്ള ഒരു തെയ്യം കലാകാരൻ ഉണ്ടായിരുന്നു. ഈ പറയുന്ന തീച്ചാമണ്ടി തെയ്യം കെട്ടിയ സമയത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കുറേയധികം വേദനകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴും കിഡ്നി അസുഖങ്ങൾ പോലുള്ള അസുഖങ്ങളുമായിട്ട് വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെയാണ് എനിക്ക് നാടിനെ പറ്റിയിട്ട് എഴുതാന്നുള്ളത് മാറി അദ്ദേഹത്തെ പറ്റിയിട്ട് എഴുതാന്നുള്ളത് ഇതിലേക്ക് വന്നത്. ശരിക്കും ആളിനെ കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ച് പിന്നെ എവിടുന്നോ അത് തീച്ചാമണ്ടി അല്ലെങ്കിൽ ആള് കെട്ടിയിട്ടുള്ള തീച്ചാമണ്ടിയിലേക്ക് വന്നു. അവിടുന്ന് അങ്ങനെ എഴുതി വന്ന സമയത്ത് തെയ്യത്തിന്റെ എല്ലാം എനിക്കറിയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തെയ്യം കലാകാരന്മാരുടെ എല്ലാ അവസ്ഥകളും എഴുതണം എന്നുണ്ടായി. കാരണം ഞാനിത് എഴുതി തുടങ്ങുന്ന സമയം എനിക്ക് തോന്നുന്നു ഈ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ നമ്മുടെ കയ്യില് സജീവമായിട്ട് നിൽക്കുന്ന കാലാണ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമില് തെയ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. എനിക്ക് തോന്നുന്നു ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയത്ത് കോവിഡ് കഴിഞ്ഞ് തെയ്യം ആ ഇടവേള കഴിഞ്ഞ് തെയ്യം കെട്ടിത്തുടങ്ങുന്ന സമയത്ത് പിന്നെ ഞങ്ങളൊക്കെ കാത്തിരുന്നിട്ടുണ്ട്. കാരണം 2 വർഷത്തോളം തെയ്യമില്ല. അതും ഞങ്ങളെ സംബന്ധിച്ച് അത്രയും ഒരു മരവിച്ച ഒരവസ്ഥയാണ്. തെയ്യം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ 2 വർഷം കഴിഞ്ഞ് തെയ്യം തുടങ്ങണ സമയം.
പക്ഷെ ഈ പറയുന്നത് പോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആൾക്കാര് സജീവമായിട്ടുള്ളൊരു സമയം കൂടിയായിരുന്നു അത്. അപ്പം എവിടെ നോക്കുമ്പോഴും തെയ്യം റീലുകള്, തെയ്യം ഫോട്ടോസ് ഒക്കെയാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഇവർക്ക് ആർക്കും അറിയില്ല ഈ തെയ്യം വേഷം അഴിച്ചു വെച്ച് ഇവരെന്താണ് ചെയ്യണേ, അല്ലെങ്കിൽ വേഷത്തിന് ശേഷമുള്ള ഇവരുടെ ജീവിതം എന്താണ് എന്നുള്ളത് ആർക്കും അറിയില്ല എന്ന് മനസ്സിലായി. അപ്പോ അവരുടെ അതിന് പുറത്തുള്ള ജീവിതം എന്താണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ള രീതിയിലായി അവസാനം എൻ്റെ എഴുത്ത്. അങ്ങനെ ആ ജീവിതം കാണിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ നിന്നാണ് ഞാൻ ഒട എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒടയിലെ രാമൻ മണിക്കരാണെങ്കിലും ആഹ് രാമൻ മണിക്കരുടെ അമ്മയാണെങ്കിലും എല്ലാം തന്നെ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ തൊട്ടിട്ടുള്ള മനുഷ്യരാണ്. പിന്നെ അതുകൊണ്ട് അവരെക്കുറിച്ച് എഴുതാന്ന് പറയുന്നത് എനിക്ക് അത്ര വിഷമകരമൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ മറ്റെവിടെയും അന്വേഷിച്ച് പോകേണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എഴുതി കഴിഞ്ഞ സമയത്ത് എഴുതണമായിരുന്നോ എന്ന് തോന്നി എന്നുള്ളതാണ് സത്യം. അതായത് നമ്മള് എഴുതുമ്പോ കഥ മാത്രായിരുന്നു. പക്ഷെ എഴുതി അവസാനിപ്പിച്ച സമയത്ത് അത് ആഹ് ഞാൻ കുഞ്ഞുനാള് തൊട്ടേ കാണുന്ന ഒരു ജീവിതമായി മാറിന്നുള്ളതാ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് പ്രസിദ്ധീകരിക്കാനും ഒക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് കുറെ തീരുമാനം ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടിയതിന് ശേഷമാണ് ഞാൻ ഒട പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഒട എന്നുള്ള കഥയുടെ എഴുത്തനുഭവം അതാണ്. പിന്നെ ഒടയിലുള്ള ബാക്കി 8 കഥകള്. അതിലിവിടെ സാറ് പേരെടുത്ത് പറഞ്ഞ ഓരോ കഥകളും ഉപ്പാണെങ്കിലും ഉപ്പ് എനിക്ക് തോന്നുന്നു പുസ്തകം ഇറങ്ങിയ സമയത്ത് ഏറ്റവും അധികം വായനക്കാരെ കിട്ടിയിട്ടുള്ള കഥയാണ് ഉപ്പ്. ആഹ് ഒരുപാട് പേര് എവിടുന്നൊക്കെയോ ഉപ്പിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാരെയും തൊടാൻ പറ്റണ ഒരു കഥകൾ എഴുതാന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയൊരു അനുഗ്രഹം തന്നെയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം നമ്മൾ എന്തെഴുതിയാലും അതിനെ രണ്ട് രീതിയിൽ പറയണ ആൾക്കാരുണ്ടാവും. പക്ഷെ ഉപ്പിനെ പറ്റിയിട്ട് എല്ലാവരും ഒരേപോലെ പറഞ്ഞത് ഏഹ് തൊട്ടു അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. അപ്പൊ ഉപ്പ് ആ ഒരു വിഷ്വലാണ്. ഒരു പ്രണയകഥ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആഹ് എഴുതിയതിലൊന്നും പ്രണയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പ്രണയകഥ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എവിടുന്നോ ഈ പറഞ്ഞ ആ ചിത്രത്തിലുള്ള ആ വരച്ച ചിത്രത്തിലുള്ള ഒരു ചിത്രാണ്. അങ്ങനെ ഒരു വിഷ്വലാണ് പിന്നെ എവിടുന്നോ എപ്പോഴൊക്കെയോ കണ്ണില് വന്നത്. ആ ഒരു വിഷ്വലിലേക്കുള്ള ഒരു യാത്രയായിരുന്നു ഉപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആഹ് ഈ പറഞ്ഞതുപോലെ ഞാന് എഴുതി കഴിഞ്ഞപ്പോ എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായിട്ടുള്ള ഒരു കഥ ഉപ്പാണ്. അതെങ്ങനെ എഴുതിയെന്ന് ഞാനിപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. എനിക്ക് എങ്ങനെ അത് എഴുതി അല്ലെങ്കിൽ അതെങ്ങനെ എവിടുന്ന് ആ വിഷ്വല് വന്നു എന്നുള്ളതൊക്കെ എനിക്കിപ്പോഴും അറിയില്ല. അത് എവിടുന്നോ ഏതോ സമയത്ത് മനസ്സിലേക്ക് വന്നിട്ടുള്ള ഒരു വിഷ്വലായിരുന്നു ഉപ്പ്. ആഹ് പിന്നെ ബാക്കിയുള്ള കഥകളെല്ലാം തന്നെ ഇപ്പം ചാപ്പയാണെങ്കിലും ചാപ്പ എൻ്റെ നാട്ടീന്ന് എനിക്ക് കിട്ടിയ കഥയാണ്. എനിക്ക് സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു കഥകളിലെല്ലാം ഗ്രാമീണ പശ്ചാത്തലം ഉണ്ട് എന്നുള്ളത്. ഞാൻ തുടങ്ങിയപ്പോ പറഞ്ഞു എന്റേതൊരു പക്കാ ഗ്രാമമാണ്. ഞാൻ അവിടുന്ന് വേറെ എങ്ങോട്ടും മാറി താമസിച്ചിട്ടില്ല. അപ്പോ ഞാൻ എന്തെഴുതുമ്പോഴും അത് എൻ്റെ ഗ്രാമത്തിലുള്ള ആൾക്കാര് വരും. ഞാൻ കണ്ടിട്ടുള്ള സ്ഥലങ്ങള് വരും. അല്ലാതെ എനിക്ക് പുറത്തിപ്പം നമ്മള് പറയുമല്ലോ പണ്ട് എംടി ഒക്കെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ അറിയാത്ത മഹാസമുദ്രത്തിനേക്കാൾ അറിയുന്ന നിളയാണ് എന്നൊക്കെ ഉള്ളത്. ആഹ് അതുപോലെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ എഴുതാൻ പറ്റൂ. എനിക്ക് അറിയാത്ത ഒരു നാടിനെ പറ്റിയിട്ട് എനിക്ക് അറിയാത്ത ഒരു ജീവിതത്തിനെ പറ്റിയിട്ട് എഴുതുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് ഒട്ടും അറിയാത്ത ഒരു നാട് അവിടുത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ചുറ്റും കാണുന്ന ഗ്രാമത്തിലുള്ള ജീവിതങ്ങൾ മാത്രമേ എഴുതാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് ചാപ്പ എന്നുള്ള കഥയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ചാപ്പയിലെ ആ കഥ ഒരു സ്ഥലത്തിന്റെ കഥ പറയുന്നതൊക്കെ ശരിക്കും എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കഥകളാണ്. പിന്നെ അഗ്രസന്ധനി എന്നുള്ള കഥയാണ് അതീന്ന് കുറച്ചെങ്കിലും മാറി നിൽക്കുന്ന ഒരു കഥ എന്ന് തോന്നുന്നുണ്ട്. ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന കഥ. അഗ്രസന്ധനി ഈ പറയുന്നത് പോലെ പുസ്തകങ്ങളിൽ മാത്രം അഭയം തേടിയ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അയാളെ അത് ബാധിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ചിന്ത എപ്പോഴോ വന്ന് അതീന്ന് അങ്ങനെ എഴുതിയ കഥയാണ് അഗ്രസന്ധനി.
സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തലക്കെട്ട് ഓർത്ത് തലക്കെട്ട് എന്താന്ന് ഇങ്ങനെ ആലോചിച്ചു എന്നൊക്കെ. ആഹ് ശരിക്കും അത് ആ സമയത്ത് നമ്മള് കഥകൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഒടയ്ക്ക് ശേഷാണെങ്കിലും ഞാൻ നേരിട്ടിട്ടുള്ള ഒരു പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്ന കുറെയധികം വായനക്കാരുണ്ട്. പക്ഷെ ഒടയ്ക്ക് ശേഷം ഒരു കഥ എഴുതിയപ്പോ അതങ്ങനെ വായിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ചാപ്പ എഴുതിയപ്പോഴൊന്നും അത്ര വായിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഞാനായിട്ട് ആലോചിച്ച ഒരു ഒരു സൂത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ വായനക്കാരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൂത്രം എന്നൊക്കെ പറയണ പോലെയാണ് തലക്കെട്ടിനകത്ത് എന്തെങ്കിലും ഒരു പിടികിട്ടായ്ക കൊണ്ടുവരിക എന്നുള്ള ഒരു ആലോചനയിൽ എത്തിയത്. അപ്പൊ അങ്ങനെ അഗ്രസന്ധനി എന്നുള്ള കഥയിൽ അവസാനം ലിസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇരുന്നിട്ട് ഞാൻ എന്താ ഈ കഥയ്ക്ക് പേരിടുക എന്നുള്ളത് ആലോചിച്ചത്. അങ്ങനെ ആലോചിക്കുന്നതിനിടയിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലൊരു ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം, ഇങ്ങനെ ഒരു കണക്ക് പുസ്തകം ഉണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് അന്വേഷിച്ച സമയത്ത് അഗ്രസന്ധനി എന്നുള്ള ഒരു പേര് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെയാണ് അഗ്രസന്ധനി എന്നുള്ള ഒരു പേര് വന്നത്. പക്ഷെ ഈ മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. മരണ വീട്ടിൽ പോലും പോവാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും എനിക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല കഥാപാത്രങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ വിസലിറ്റ്സ എന്നുള്ള കഥ. വിസലിറ്റ്സ എന്നുള്ള വാക്കിന്റെ അർത്ഥം റഷ്യൻ ഭാഷയില് കഴുമരം എന്നാണ്. അത് ഞാൻ കണ്ണൂരില് കണ്ണൂരിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കണ്ണൂർ ജയിലിന് മുന്നിൽ കൂടെയായിരുന്നു പോവാൻ വരവും ഉണ്ടായിരുന്നത്. ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന സമയത്ത് നമ്മള് വലിയ മതിൽക്കെട്ടാണല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സങ്കല്പിക്കും, ഞാൻ ആ ജയിലിനകത്താണെങ്കിൽ ഞാനിപ്പോ അവിടെ എന്ത് ചെയ്യുമായിരിക്കും. ഇങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ബസ് നല്ല ബ്ലോക്ക് ഉണ്ടാവും. അപ്പൊ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആ മതിലിന്റെ അവിടെ തന്നെ കറക്റ്റ് അവിടെ തന്നെയൊക്കെ ബസ് നിന്നിട്ടുള്ള ദിവസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് കുറേ നേരം ആ മതിലിന് അപ്പുറത്തേക്ക് എന്ത് നടക്കുന്നു എന്നുള്ളത് ആലോചിക്കാൻ സമയം കിട്ടും. അങ്ങനെ ആലോചിച്ച് പിന്നെ അത് എനിക്ക് പകരം വേറൊരു എഴുത്തുകാരൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. അപ്പോ പിന്നെ എഴുത്തുകാരൻ പോകണമെങ്കിൽ എന്ത് കാരണം? അങ്ങനെ ഞാൻ ഒരു ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ഇതുവരെ എല്ലാ കഥകളും എഴുതിയിട്ടുള്ളത് ഒരു പോയിന്റിന്ന് അടുത്തതിലേക്ക് കൊണ്ടുപോയിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു കഥ മുഴുവനായിട്ട് ഇതുവരെ എന്റെ മനസ്സിലേക്ക് വന്നിട്ടില്ല. എന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമേ വരുള്ളൂ. പിന്നെ അതീന്ന് ഞാൻ അടുത്ത പോയിന്റ് ആലോചിക്കുക ചെയ്യാ. അങ്ങനെയാണ് വിസിലിറ്റ്സ് അവസാനം ജയിലിനകത്തൊരു എഴുത്തുകാരൻ പോയി. പിന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നുള്ളത് എന്തൊക്കെയാണ് ചരിത്രത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലാണെങ്കിലും കേരളത്തിന്റെ മൊത്തമായിട്ടുള്ള ചരിത്രത്തിലും ഒക്കെ എന്തായിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്നുള്ളത് അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ കുറച്ച് അന്വേഷണമൊക്കെ നടത്തിയിട്ടൊക്കെ എഴുതിയ ഒരു കഥയാണ് വിസലിറ്റ്സ എന്ന് പറയുന്നത്. ഈ അഗ്രസന്ധനി ആണെങ്കിലും വിസലിറ്റ്സ ആണെങ്കിലും ഒക്കെ പ്രസിദ്ധീകരിച്ചത് ട്രൂ കോപ്പി എന്നുള്ള ഓൺലൈൻ മീഡിയയിലാണ് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഉം, ഉമ്പാച്ചി എന്നുള്ള കഥ ഈ പറയുന്ന പോലെ എന്റെ നാട്ടിൻപുറത്ത് 2-3 അമ്മമ്മമാർക്ക് എന്റെ കുഞ്ഞുനാളില് 2-3, ഇപ്പൊ അവരാരും ഇല്ല, ആ സമയത്തുള്ള അമ്മമ്മമാരുടെ പേരായിരുന്നു ഈ ഉമ്പാച്ചി എന്നുള്ളത്. എനിക്ക് വളരെ വളരെ ഇങ്ങനെ എനിക്ക് ആ കുഞ്ഞു പ്രായം തൊട്ട് അവരുടെ പേര് ഉമ്പാച്ചി എന്നാണ് എന്ന് കേൾക്കുന്ന പ്രായം തൊട്ട് എനിക്ക് വളരെ കൗതുകമുള്ള ഒരു പേരായിരുന്നു ഈ ഉമ്പാച്ചി. വേറെ എവിടെയും ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാൻ മലയാളത്തിലൊരു മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ഒരാളുടെ പേരൊക്കെ ഉമ്പാച്ചി എന്നുള്ള പേരൊക്കെ ഇങ്ങനെ കേൾക്കുന്നത്. പിന്നെ FB-യിൽ ഒരാളുടെ പേര്, അതൊക്കെ ഞാൻ പിൽക്കാലത്ത് കേൾക്കുന്നതാ. പക്ഷേങ്കിൽ എന്റെ കുഞ്ഞുനാള് തൊട്ട് എനിക്ക് ഇത്രയും കൗതുകമുള്ള ഒരു പേര് വേറെ ഉണ്ടായിരുന്നില്ല, ഉമ്പാച്ചി എന്നുള്ള പേര്. അപ്പൊ എന്നെങ്കിലും കഥകളൊക്കെ എഴുതി തുടങ്ങിയ സമയത്ത് എന്നെങ്കിലും ഈ പേരൊരു കഥയിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയണ പോലെ അവിഹിത ബന്ധങ്ങളാണെങ്കിലും അതിന്റെ പേരിലുള്ള കൊലപാതകങ്ങളാണെങ്കിലും ഒക്കെ ഒരുപാട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയായിരുന്നു അത്. അപ്പൊ അതീന്ന് വ്യത്യസ്തമായിട്ട്, എന്നാ ആ വിഷയം തന്നെ വേറെ വിഷയമൊന്നും എനിക്ക് എഴുതാൻ കിട്ടുന്നില്ല. പക്ഷെ അത് തന്നെ അതല്ല ഇതെന്ന് തോന്നിക്കുന്ന തരത്തില്, അല്ലെങ്കില് അതിന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് എന്നുള്ള തരത്തില് എഴുതണം എന്നുള്ള തരത്തിലൊക്കെയാണ് ഉമ്പാച്ചി എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനീ കണ്ടിട്ടുള്ള ഉമ്പാച്ചി എന്ന പേരുള്ള അമ്മമ്മമാരൊക്കെ അവര് രണ്ടുപേരായിരുന്നു. രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പോ അവരൊക്കെ പക്ഷെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യരായിരുന്നു. അതായത് ഞാൻ കുട്ടിക്കാലത്ത് തൊട്ട് കേട്ടിട്ടുള്ള കഥകളിലൊക്കെ ഇവരെ രണ്ടുപേര്, ഇവരെ കാണുമ്പോൾ
എനിക്ക് എപ്പോഴും ഭയങ്കര കരുത്തുള്ള പെണ്ണുങ്ങളായിട്ട് തോന്നും. അത്രയും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് അത്രയും ധൈര്യമുള്ള സ്ത്രീയാണ് എന്നൊക്കെ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ ഉമ്പാച്ചി എന്നുള്ള പേരിന് കൗതുകം ഉള്ളതുപോലെ തന്നെ ഉം, ഈ പേര് അല്ലെങ്കിൽ ഈ ഒരു പേര് പേരിന്റെ ഉടമ ഭയങ്കര കരുത്തുള്ളവരാണ് എന്നുള്ളൊരു ധാരണയും കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിരുന്നു. ധാരണയല്ല, അതൊരു സത്യമായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ അതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു അവിഹിത ബന്ധത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിഥിലമായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കഥ എഴുതണം എന്നുള്ള ഒരു ആലോചനയുടെ സമയത്താണ് അതിലെ അമ്മയുടെ പേര്, വേറൊരു ഓപ്ഷനും എനിക്ക് ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പേരെന്ന് ആലോചിച്ചപ്പോ തന്നെ ആദ്യം തന്നെ മനസ്സിലേക്ക് വന്ന പേര് ഉമ്പാച്ചി എന്നായിരുന്നു. പിന്നെ അതിനൊരു എനിക്ക് എഴുതണ സമയത്ത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പൊ ഞാൻ വായിക്കുമ്പോ ഞാനൊരു പുസ്തകം, ഒരു കഥകള് 8-9 കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം വായിക്കുമ്പോ ആദ്യത്തെ കഥ നടന്ന അതേ ഭൂമികയിലാണ് രണ്ടാമത്തെ കഥയും നടക്കുന്നതെങ്കിൽ എനിക്ക് ശരിക്കൊരു മുഷിപ്പ് വരും. ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് ഞാനിങ്ങനെ പരതാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ അത് ഞാൻ എഴുതുമ്പോഴും എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഉമ്പാച്ചി എന്നുള്ള കഥയിലെ കിണറ് ശരിക്കൊരു പ്രധാന കഥാപാത്രം തന്നെയാണ്. കിണറ് കുഴിക്കുക, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കിണറ് കുഴിക്കുന്ന പെണ്ണുങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം അതിലേക്ക് വന്നു കഴിഞ്ഞാല് ആദ്യം നമ്മള് എൻ എന്റെ ഒരു അല്ലെങ്കിൽ എന്റെ ഒരു എഴുത്തെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വായിക്കും എന്റെ കഥകള്. എല്ലാരും വായിക്കാറുണ്ട്, അങ്ങനെയല്ല. പക്ഷെ ഞാൻ വായിക്കുമ്പോ എനിക്കത് ഞാൻ എഴുതിയതല്ല എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിട്ട് വായിക്കുമ്പോ, മറ്റൊരാൾ എഴുതിയതാന്നുള്ള രീതിയിൽ വായിക്കുമ്പോ എനിക്കതിൽ എന്തെങ്കിലും ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ കഥ പിന്നെ എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കാനൊക്കെ അയച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഉമ്പാച്ചി എന്നുള്ള കഥയിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഈ കിണർ കുഴിക്കുന്ന ഒരു പെണ്ണുങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ആ കഥയിൽ എന്തെങ്കിലും ഒരു ആഹ് വ്യത്യസ്തത വരുത്താൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. ഉമ്പാച്ചി ഈ പറഞ്ഞതുപോലെ ഒരു ആഹ് ആം, നാട്ടിൻപുറത്തൊക്കെ നടക്കാൻ സാധ്യതയുള്ള കഥകൾ തന്നെയാണ്. അല്ലെങ്കിൽ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെയുള്ള ജീവിതം തന്നെയായിരുന്നു. പിന്നെ അടുത്ത കഥ തെയ്തേയ് വാഴുകയായിരുന്നു. തെയ്തേയ് വാഴുക ആഹ് ഒന്നുമില്ല, നമ്മള് സാധാരണയായിട്ട് കാണുന്ന എല്ലാ വീട്ടിലും ഉള്ള സ്ത്രീകള് അവരെ പറ്റിയിട്ടൊരു കഥ എഴുതണം തോന്നി. ഈ ഉമ്പാച്ചയാണെങ്കിലും മറ്റുള്ള കഥകളില്ലേ, പൊടയിലെ ലീലയാണെങ്കിലും ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലല്ലോ. വളരെ ചുരുക്കം അപൂർവം വീടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ തെയ്തേയ് വാഴുകയിലെ ഗ്ലാഡീസ് എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരു സ്ത്രീ തന്നെയാണ്. അപ്പൊ എല്ലാ വീടുകളിലും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സ്ത്രീനെ പറ്റിയിട്ട് ഒരു കഥ എഴുതണം എന്നുള്ള രീതിയിലാണ് തെയ്തേയ് വാഴുക എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലെ വല്യമ്മച്ചി എന്നുള്ള ക്യാരക്ടറൊക്കെ എന്റെ തന്നെ അമ്മമ്മയുടെ, എന്റെ തന്നെ മുത്തശ്ശിയുടെ ഒക്കെ ഒരു ആഹ് രൂപവും സ്വഭാവവും കഥയും ഒക്കെ തന്നെയായിരുന്നു. അതൊക്കെ ഞാൻ അമ്മമ്മേനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കഥകളൊക്കെ തന്നെയാണ് ഈ വല്യമ്മച്ചി എന്നുള്ള ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അതിനും ഈ പേര് എന്ന് പറയുന്നത് തെയ്തേയ് വാഴുകാന്ന് അവരുടെ ഒരു മാർഗം കളി ഇതൊക്കെ അവസാനം കൊണ്ടുവന്നതും ആ കഥയില് ഒരു എല്ലാം വായിക്കുന്ന കഥ തന്നെയല്ലേ, അപ്പുറത്ത് വായിച്ച കഥ തന്നെയല്ലേ ഇത്, അല്ലെങ്കിൽ ഈ കഥയില്ലേ നാളെ വേറൊരാൾ എഴുതിയെന്നൊക്കെ ഒരു തോന്നലിന്ന് ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ് അതിലേക്കായാലും ഈ മാർഗം കളിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. ഉം പിന്നെ പെൺമാല എന്നുള്ള കഥേനെ പറ്റിയിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആഹ് ആദിവാസി എന്നുള്ള പേരിനോട് ഞാൻ പൊളിറ്റിക്കലി വിയോജിക്കണ ഒരാളാണ്. പക്ഷെ എങ്കിൽ കൂടിയും കാട്ടില് ജീവിക്കണ മനുഷ്യരുടെ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ കഥ തന്നെയാണ്. അപ്പോ അതും ഈ പറഞ്ഞതുപോലെ എനിക്ക് അള്ള് എന്നുള്ള അവരുടെ, ഞാൻ കുറച്ചു കാലം വയനാട്ടില് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇടയ്ക്ക് എന്റെ തന്നെ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ വയനാട്ടില് ജീവിച്ചിട്ടുണ്ടായിരുന്നു. 1-2 മാസം അല്ലെങ്കിൽ 1-2 ആഴ്ചകളൊക്കെ ഇടയ്ക്ക് പോയി വരുമായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള വീടുകള് ഈ പറയണ പോലെ കാട്ടിലുള്ള വീടുകളിലൊക്കെ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ കണ്ട സമയത്തൊക്കെ ആണ് അവരുടെ കുറേയധികം ഭാഷകൾ, ഈ അള്ള് പോലുള്ള കുറേയധികം ഭാഷകളൊക്കെ പഠിച്ചത്.
പക്ഷേ പ്രമേയമൊന്നും, അതായത് ആ ഒരു ആചാരമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. അതെനിക്ക് തന്നെ, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആചാരം. എനിക്കറിയില്ല അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടോന്നുള്ളതൊന്നും എനിക്കറിയില്ല. അത് വായിച്ച സമയത്ത് കുറെ പേര് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയോ നടന്ന ആചാരമാണ്, നടക്കണതാണ് എന്നൊക്കെ. കാരണം നടക്കുന്നതാണല്ലോ. പക്ഷെ അതുപോലെയാണ് പെൺമാലയിലെ ആ പൂജകൾ എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അത് ഞാൻ തന്നെ, എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു ആഹ് ആചാരാണ്. പെൺമാല ഉം മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ അവസാനത്തെ കഥ അതിര്. അതിര് എന്ന് പറയണത് ആഹ് ഒരു സാധാരണ കഥയാണ്. ഒന്നുമില്ല, രണ്ട് മനുഷ്യരുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അതിര് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിരില് എവിടെയൊക്കെ ഒരു എനിക്ക് വളരെയധികം ആഹ് എന്താ പറയാ, വളരെ, നമ്മൾ പറയല്ലോ ശക്തരായിട്ടുള്ള സ്ത്രീകള് എന്നൊക്കെ, അങ്ങനെ ശക്തരായിട്ടുള്ള സ്ത്രീകളുടെ ഒക്കെ കൂട്ടത്തില് ആഹ് ഞാൻ ചെറുപ്പകാലം തൊട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇന്ദിരാഗാന്ധിയൊക്കെ. വായിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടുള്ളവരിൽ വെച്ചിട്ട് വിയോജിപ്പുകളും ഉണ്ട്, അതുപോലെ തന്നെ ചിലതിലൊക്കെ യോജിപ്പുകളും ഉണ്ട് എന്ന് പറയണ പോലുള്ള ഒരു സ്ത്രീയാണ്. അപ്പോ ആഹ് ഈ ഒരു അതിര് എന്ന് പറയുന്ന കഥയിലെ ആ ഒരു അച്ചമ്മ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കുറച്ച് ചായകളൊക്കെ കൊടുത്ത്, അങ്ങനെ അതൊരു ഒരു രാഷ്ട്രീയം കൂടി പറയുന്ന ഒരു കഥ എഴുതണം എന്നൊക്കെയുള്ള ഒരു ചിന്തയെന്നൊക്കെ എഴുതിയിട്ടുള്ള കഥകളാണ്. അപ്പോ ആഹ് ഈ പറയുന്ന 9 കഥകളിലും ആഹ് ഒന്നും മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇത് വായിക്കണവരിപ്പോ ഇന്നത്തെ കാലത്തൊക്കെ കഥകള് വായിക്കണവരെന്ന് പറയുന്നത് അവരുടെ ജീവിക്കാനുള്ള എല്ലാ നെട്ടോട്ടവും ഒന്ന് കുറച്ച് നേരത്തെങ്കിലും ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു വിനോദത്തിന് വേണ്ടിയിട്ടൊക്കെ വായിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ വായിക്കുന്നവരെ നമ്മൾ ഒരേപോലത്തെ ഭൂമികള് എഴുതിയിട്ട് ഇങ്ങനെ നിരാശരാക്കരുത് എന്നുള്ള. അപ്പൊ ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളാണ്. ഞാന് വായനയ്ക്കായിട്ട് സമയം കണ്ടെത്തുന്ന ഒരാളൊന്നുമല്ല. എന്റെ ജീവിക്കാനുള്ള എല്ലാവിധ പാച്ചിലുകൾക്കും ഒടുക്കം കിട്ടുന്ന കുറച്ച് സമയത്ത് ഒരു പുസ്തകം എടുത്തിട്ട് വായിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ ഒന്നാമത്തെ കഥ വായിച്ച് അത് തന്നെ രണ്ടാമത്തെ കഥയിലും കാണുന്ന സമയത്ത് എനിക്കുണ്ടാവുന്ന ഒരു മടുപ്പ് എന്താന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ എഴുതണ സമയം അത് അങ്ങനെ ഒരു മടുപ്പിലേക്ക് കൊണ്ടുപോകരുത് വായിക്കുന്ന ആൾക്കാരെ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഓരോ കഥകളിലും ഓരോ എന്തെങ്കിലും ഒരു മാറ്റം ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ കഥകളിലെ കഥാപാത്രങ്ങളാണെങ്കില് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ഒക്കെ എല്ലാവരും ഇങ്ങനെ പറയും സന്തോഷമില്ലാത്ത ആൾക്കാരാണല്ലോ എന്നുള്ളത്. പോട്ട മുതല് അതിര് വരെ എല്ലാവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ നമ്മള് പുറത്തൊക്കെ ജീവിക്കണ ആൾക്കാര്, ടൗൺ ഏരിയയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എല്ലാവരും വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം കുറെയൊക്കെ. നല്ല വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ജോലിയും അങ്ങനെ അത്യാവശ്യം തരക്കേടില്ലാണ്ട് ജീവിക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് ജീവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ആരും അങ്ങനെയല്ല. കുറേയധികം ടെൻഷനുകൾക്ക് നടുവിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അവരാരും അത് പൂർണ്ണമായിട്ട് ഒന്ന് ജീവിതം ആഘോഷിക്കുന്നതോ അങ്ങനെയൊന്നും, അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഒന്നും അങ്ങനെ ജീവിതം ആഘോഷിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യരെ വെച്ചിട്ട് എഴുതണോണ്ടായിരിക്കാം ചിലപ്പോ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരു സന്തോഷമില്ലാത്ത കഥാപാത്രങ്ങളായിട്ട് എല്ലാവരും മാറിയിട്ടുണ്ടാവുക. അങ്ങനെ എന്താ പറയാ, എനിക്കും ആഗ്രഹമുണ്ട് ഈ പറയുന്ന പോലെ നന്നായിട്ട് സന്തോഷമുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരെ കൊണ്ടുള്ള കഥകൾ എഴുതണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടല്ല ഞാൻ വളർന്നത്. അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ എൻ്റെ കഥയിലുണ്ട്. അങ്ങനെയാണ് കഥാപാത്രങ്ങൾ. ഇത് കഥാപാത്രങ്ങളൊക്കെ എവിടുന്ന് തെരഞ്ഞെടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ പരിസരത്തിൽ നിന്നാണ്. എനിക്കങ്ങനെ, ഞാൻ എപ്പോഴും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എനിക്ക് ഒരിക്കലും ഞാൻ കാണാത്ത അറിയാത്ത മനുഷ്യരെ എഴുതാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു ഗ്രാമത്തിന്റെ കഥകൾ എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് എളുപ്പം പറ്റും. കാരണം ഞാൻ അത്രയും ഗ്രാമമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ഒരാളാണ്. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം.
ചിലപ്പോ 4, 5 വീടുകൾക്ക് അപ്പുറത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യണ ഒരു ഗ്രാമത്തില് വളരുന്ന ഒരാള് എന്നുള്ള രീതിയില് എനിക്ക് ഇവിടുത്തെ എല്ലാ കഥകളും എഴുതാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകൾ എഴുതണേൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരിക്കും ചിലപ്പം ഒട കുറെ പേര് വായിച്ചിട്ടുണ്ടാവാന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് എഴുതുന്ന കഥകളിലാണെങ്കിലും ഞാനങ്ങനെ ഈ പറയണ നാട്ടുമ്പുറത്ത് നടക്കണ കഥകൾ അധികം എഴുതുന്നത് കാണാറില്ല. നല്ല കഥകൾ കുറെ മനുഷ്യര് തരുന്നുണ്ട്. പക്ഷെങ്കില് ഈ പറയണ പോലെ ആഹ് ഒരു വീട്ടിനുള്ളില് നടക്കണ അല്ലെങ്കിൽ ഒരു നാട്ടിനെ പൊതുവായിട്ട് ബാധിക്കുന്ന തരത്തില് ഒരു വീട്ടില് നടക്കണ പ്രശ്നങ്ങള് അങ്ങനെയുള്ള കഥകളൊക്കെയാണ് എനിക്ക് എഴുതാൻ ഇഷ്ടം. അതെന്റെ പരിമിതിയാണ്. എനിക്ക് തന്നെ വിയോജിപ്പുള്ള കുറെയധികം കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പക്ഷെ എനിക്കത് മറികടക്കാൻ പറ്റണില്ല എന്നുള്ളത് ചിലപ്പോ എന്റെ ഒരു പരാജയമൊക്കെ ആയിരിക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. എന്താച്ചാ എനിക്ക് എനിക്കിഷ്ടം എന്ന് പറയണത് അല്ലെങ്കില് ഞാൻ പറഞ്ഞു നേരത്തെ ഞാനിങ്ങനെ വായനയ്ക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്ന ഒരാളല്ല. പക്ഷെ ഒരു ദിവസം ഒരു ഒരു കഥയെങ്കിലും ഇപ്പൊ ഒരു നോവലൊക്കെ ആണെങ്കിൽ ഒരു 19 പേജെങ്കിലും ഞാൻ വായിക്കാറുണ്ട്. അതെനിക്കിങ്ങനെ എന്റെ ശീലാണ്. കുട്ടിക്കാലം തൊട്ടേയുള്ള ശീലാണ്. ഒരു ദിവസം പോലും പുസ്തകം വായിക്കാണ്ട് കടന്നു പോയിട്ടില്ല. എന്നാ അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമയം മാറ്റി വെക്കുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. അത് ചിലപ്പോ രാവിലെ എഴുന്നേറ്റ് കിട്ടുന്ന സമയത്തായിരിക്കും. അല്ലെങ്കിൽ അവസാനം കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയിരിക്കും. അങ്ങനെ ഞാൻ വായിക്കാറുണ്ട്. സമകാലിക കഥകള് എല്ലാം ഫോളോ ചെയ്ത് വായിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഭയങ്കര കടുകട്ടിയായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങള് അല്ലെങ്കിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞ് ഇവരിത് എന്താ ഞാൻ ഭയങ്കര ഏഹ് എല്ലാം വായിക്കുംന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാലും അത്രയൊന്നും ബുദ്ധിയില്ലാത്തൊരു വായനക്കാരിയാണ് ഞാൻന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലർ എഴുതിയ കഥകൾ അവസാനം എത്തിക്കഴിഞ്ഞാൽ ഇതിവരെന്താ ഉദ്ദേശിച്ചേന്നുള്ള ആലോചിച്ചിരുന്ന് എന്റെ സമയം അങ്ങ് മുഴുവൻ പോവും. ചില കഥകൾ ചില സമകാലിക ആഹ് ആനുകാലികങ്ങളിലൊക്കെ വരുന്ന കഥകൾ വായിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ വിചാരിച്ച ആളായിരിക്കും ഇവര് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ ആലോചിക്കും. പിന്നെ ചിലപ്പോ വേറെ എന്റെ ഏതെങ്കിലും സുഹൃത്തിനോട് ആ കഥനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ആള് പറയുന്ന പോയിന്റ്സ് ഒന്നും ഞാന് കണ്ടിട്ടേ ഉണ്ടാവില്ല കഥയില്. അങ്ങനെ മൊത്തം ഞാൻ എന്റെ ഒരു ദിവസത്തിനെ മുഴുവൻ കളയാൻ വേണ്ടിയിട്ട് ചിലപ്പോ ആ ഒരു കഥ മതി. കാരണം ഇതെന്താ ഇവര് ഉദ്ദേശിച്ചേ? ഈ കഥ എന്താ ഇവര് എന്താ പറയാൻ ശ്രമിച്ചേ? ഇങ്ങനെ ഞാൻ ആലോചിച്ച് എന്റെ കുറെ നേരത്തേക്കുള്ള മനസ്സമാധാനം അങ്ങ് പോകുന്നുള്ളതാ. അപ്പൊ എന്തിനാ അങ്ങനെ മനസ്സമാധാനം കളയുന്ന കഥകള് വായിക്കുന്നേന്നുള്ള ഒരു തോന്നല് എനിക്ക് എപ്പോഴും ഉണ്ടാവും. വായിച്ചു കഴിഞ്ഞ് എന്തിനാ ഞാൻ ഇത് വായിച്ചെന്നുള്ളത്. പക്ഷെ ഒറ്റ ഒഴുക്കിലങ്ങ് പറഞ്ഞു തീർക്കുന്ന കഥകൾ ഇപ്പൊ എനിക്ക് ഉദാഹരണമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചു കാലം മുൻപ് സമകാലിക മലയാളത്തിൽ വന്നിട്ടുള്ള ഉണ്ണിയാറിന്റെ ഒരു കഥയുണ്ടായിരുന്നു. മലമുകളിൽ രണ്ടുപേർ എന്ന് പറഞ്ഞിട്ട്. എന്ത് രസാന്നറിയോ അത്? തുടങ്ങിക്കഴിഞ്ഞാ വായിച്ച് അവസാനിക്കണ വരെ നമുക്ക് അതില് നമ്മളങ്ങ് ഇരിക്കും. അങ്ങനെയൊക്കെയുള്ള കഥകള് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ്. അപ്പൊ എനിക്ക് ഞാൻ എഴുതുന്ന സമയത്ത് ഈ കടുംകട്ടിയായിട്ടുള്ള വാക്കുകൾ എഴുതിയിട്ട് വായിക്കുന്ന ആൾക്കാരെ ആഹ് ചിലപ്പോ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാവും. എനിക്ക് കിട്ടുന്ന വായനക്കാരെപ്പോഴും കഥകളെ ഭയങ്കര നിരൂപണ ബുദ്ധിയോടെ എടുക്കുന്ന അങ്ങനെയുള്ള വായനക്കാരൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഓൺലൈൻ മീഡിയാസിൽ എഴുതി വന്ന ഒരാളെന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു തരംതാഴ്ത്തലുണ്ട് ചിലർക്കെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സാധാരണക്കാരായിട്ടുള്ള വായനക്കാരെയും കിട്ടിയിട്ടുള്ളത്. അവർക്ക് വേണ്ടത് എന്താന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആ വായനക്കാരിൽ പെടുന്ന ആളായത് കൊണ്ട് തന്നെ എനിക്കത് കൃത്യമായിട്ട് അറിയായിരുന്നു. ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയില് കടുംകട്ടി പ്രയോഗങ്ങളൊന്നും ഇല്ലാണ്ട് പക്ഷെ കഥ വായിച്ചു തീരുന്ന സമയം എന്താ ഞാൻ പറയാൻ വിചാരിച്ചെന്നുള്ളത് വായനക്കാർക്ക് മനസ്സിലാവണ തരത്തില് ഇത് വായിച്ചു കഴിഞ്ഞ് ഇവളിത് എന്താ ഈ എഴുതി വെച്ചേന്ന് ആരും ചോദിക്കരുത് അല്ലെങ്കിൽ ആരും അങ്ങനെ ആലോചിക്കരുത് എന്നുള്ള ഒരാഗ്രഹത്തിലാണ് ഞാൻ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത്. ഉം ഇതിലപ്പുറമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അധികമായി പോകും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും മാത്രം തന്നെ എനിക്ക് ഒട എന്നുള്ള പുസ്തകത്തിനെ പറ്റിയിട്ടും അതിന്റെ എഴുത്തനുഭവങ്ങളെ പറ്റിയിട്ടും പറയാനുള്ളൂ. എന്തായാലും സാറ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുസ്തകം വായിച്ച് സാറിങ്ങനെ പുസ്തകം വിൽക്കാൻ വന്നിട്ടുള്ള ചേച്ചിയാണ് പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞെന്നുള്ളത്. അങ്ങനെ കുറേ പേരുടെ വായിൽ കൂടിയാണ് ഈ പുസ്തകം പോയിട്ടുള്ളതെന്നുള്ളത്. പിന്നെ ശരിക്കും ഏറ്റവും കൂടുതൽ പുസ്തകത്തിനൊരു വെർബൽ പ്രൊമോഷൻ ആണ് കിട്ടിയിട്ടുള്ളതെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് പലരും പറഞ്ഞിട്ടാണ് പുസ്തകം
കുറെ പേരിലേക്ക് എത്തിയിട്ടുള്ളത്. അത് തന്നെ വലിയ സന്തോഷമാണ്. നമ്മള് ഈ ജനകീയമാവുക എന്നൊക്കെയുള്ള പോലെ എല്ലാവരും അങ്ങോട്ട് പോയിട്ട് ആ പുസ്തകം ഉണ്ടോന്ന് പരതി പിടിച്ചെടുക്കുന്നതിനേക്കാളും വായിച്ച ഒരാള് അപ്പുറത്തെ ആളോട് ഈ പുസ്തകം വായിക്കണം, ഇത് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അങ്ങനെ വായിക്കപ്പെടാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ വായിക്കപ്പെടുമോ എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ സംശയവും. ആ സംശയം കുറെയൊക്കെ ഒന്ന് ഏഹ് ഇല്ലാണ്ടായി എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം കുറേ പേര് എവിടുന്നൊക്കെയോ വായിക്കുന്നുണ്ട്, ഇഷ്ടാവുന്നുണ്ട്. ആഹ് അത്തരം ഒരു വായനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു പരിപാടിയില് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ കുറെ അധികം നേരം സംസാരിച്ചെങ്കില് ക്ഷമ ചോദിക്കുന്നു. ഇവിടെ ആഹ് ഏറ്റവും ബഹുമാനപ്പെട്ട ഡോക്ടർ ശിവലാൽ സാറിന്റെ അടുത്ത് കഥകൾ ഇത്രയും ഭംഗിയായി വായിച്ചതിന്, അത് ഇത്രയും മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചതിനൊക്കെ നന്ദി പറയുന്നു. അതുപോലെ കൃഷ്ണകുമാർ സാറിന്റെ അടുത്ത്, ഇവിടെയുള്ള കോളേജിലുള്ള മറ്റ് അധ്യാപകര്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരോടും ഇത്രയും നേരം കേൾക്കാൻ നിന്നതിലും എന്റെ പുസ്തകത്തിനെ ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാക്കിയതിലും ഒക്കെ വളരെയധികം നന്ദി പറയുന്നു. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ സന്തോഷാണ്. ഇനിയും നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് പുസ്തകം വേറെ എവിടെയെങ്കിലും എത്തി വേറെ ആരെങ്കിലും ഒക്കെ വായിക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. ഏതായാലും താങ്ക് യു എല്ലാവരോടും. ഇത്രയും ഭംഗിയായി മാമിന്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് വളരെ നന്ദി. അടുത്തതായി ഇന്ററാക്റ്റീവ് സെഷനാണ്. ഇതിനോടനുബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള സമയമാണിത്. അതിനായി ഞാൻ ഏവരെയും ക്ഷണിക്കുന്നു. ജിൻഷേ, നമസ്കാരം കേട്ടോ. ഇതിലുള്ള എല്ലാവരോടും ശിവലാൽ മാഷോടും പ്രത്യേകം നമസ്കാരം പറഞ്ഞുകൊണ്ട്, ജിൻഷേ എനിക്ക് ഈ അടുത്ത കാലത്തായിട്ട് 2 പരിപാടികളിൽ കണ്ടുമുട്ടാനും സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ വായിച്ചിരുന്നു ആ കഥ. പക്ഷേ കഥാസമാഹാരം ഈ അടുത്താണ് ഞാൻ വായിച്ചത്. അന്ന് മുതൽ ഞാൻ ജിൻഷയെ, ഇതുപോലെ വേറൊരു എഴുത്തുകാരിയുണ്ട്, ജിസ ജോസ്, ആളെഴുതുന്ന നോവൽ ഇതുപോലെ കാണണം ആളെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഈ 2 പേരെയും പയ്യന്നൂർ സാഹിത്യോത്സവത്തിലാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അന്ന് ജിഷയോട് അടുത്ത് വർത്തമാനം പറയാൻ പറ്റിയിരുന്നു. പിന്നെ KLF അങ്ങനെ പറ്റിയിരുന്നില്ല. കാരണം സ്റ്റേജിൽ ഇവരുടെ പരിപാടി കഴിയുന്നതിന് മുമ്പ് എനിക്ക് മടങ്ങേണ്ടി വന്നു. എന്നാലും ജിൻഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കഥയിലെ ഒരു ആഖ്യാന ശൈലി പോലെ, ആ സവിശേഷത പോലെ തന്നെയാണ് സംസാരത്തിലും. വളരെ ഒരു റിയലിസ്റ്റിക് ആയ ഒരു എന്താ പറയുക, ഒരു കൃത്രിമത്വം ഇല്ലാതെ, ഒരു ജാടയും ഇല്ലാതെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടി. ഞാൻ അപ്പോഴേ പയ്യന്നൂർ സാഹിത്യോത്സവത്തിൽ കണ്ടുമുട്ടിയപ്പോഴേ പറഞ്ഞു, വളരെ നന്നായി സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഈ അധ്യാപകരാകുമ്പോൾ ആൾക്കാരിങ്ങനെ എന്താ പറയുക, ഒബ്സർവ് ചെയ്യുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ഒഴുക്കോടെ, തട്ടും തടവും ഇല്ലാതെ സംസാരിക്കാനുള്ള ഒരു കഴിവും ഈ കുട്ടിക്കുണ്ടല്ലോ എന്ന്. ഒരു ദൈവത്തിന്, ഇപ്പോൾ ജിൻഷ പറഞ്ഞ പോലെ തന്നെയാണ്, ഈ എഴുത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുക. ഇതുപോലെ പോലുള്ള സ്വന്തം ഗ്രാമത്തിൽ ഇത്രയും അനുഭവ പരിചയം ഉണ്ട് എന്ന് എനിക്ക് ഇപ്പോഴാണ്, ഈ ഒരു 3ാമത്തെ തവണയാണ് ജിൻഷയുടെ സംസാരം ഞാൻ കേൾക്കുന്നത്. അതിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഫോണിങ്ങനെ കയ്യിൽ പിടിച്ച് ഒരു നേരം പോലും താഴെ വെക്കാതെ എല്ലാവരും ഇത് കേട്ട എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത്രയും വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും, കഥകളെക്കുറിച്ച് പിന്നെ ശിവലാൽ മാഷ് വളരെ ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു. എല്ലാം വ്യത്യസ്തങ്ങളായ കഥാപരിസരവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജിൻഷയും പറഞ്ഞപ്പോൾ ഏറെ വ്യക്തമായിട്ട് തോന്നി. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മക്കളോട് ഞാൻ പറയും, ഒരു ദിവസം ഒരു കഥയെങ്കിലും ഒരു കവിതയെങ്കിലും വായിച്ചിട്ട്, സ്കൂളിലെ സ്റ്റുഡൻസിനോടും അങ്ങനെ തന്നെയാണ് പറയാറ്. അപ്പോൾ വായന ഒരിക്കലും മരിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു വലിയ തെളിവാണ്. വലിയ വലിയ ഈ മാതൃഭൂമി ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വന്നില്ലേലും എഴുതി തെളിയാം, അതുപോലെ ശ്രദ്ധിക്കപ്പെടാം എന്നതിന് ഉത്തമോദാഹരണമാണ് ജിൻഷ. നമ്മുടെ മുന്നിലുള്ള ഈ കഥാകാരിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ടീച്ചർ. സന്തോഷം. താങ്ക് യു. സ്നേഹം ജിൻഷേ.
സാറേ, ഞാനൊരു കാര്യം കൂടി പറഞ്ഞാട്ടെ. ഇവിടെ ജിൻഷയുടെ കഥ വായിച്ചപ്പോൾ പണ്ട് NS മാധവന്റെ 4-ാം ലോകവും അതുപോലെ തന്നെ ഹിക്വിറ്റി ഒക്കെ വായിച്ചപ്പോൾ ഉണ്ടായൊരു അമ്പരപ്പും കൗതുകവും ഒക്കെ ഉണ്ടായിരുന്നു. പൊതുവെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് നോവലുകളായാലും കഥകളായാലും വളരെ സെൻസേഷണലായിത്തീരുന്ന അല്ലെങ്കിൽ വളരെയധികം അതിഭാവുകത്വം കടത്തുകയും അല്ലെങ്കിൽ ആൾക്കാരെ ഞെട്ടിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ കൊണ്ടുവരുന്ന രീതിയുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഒരു അനുഭവം, ഇപ്പോൾ നേത്രോന്മീലനം KR മീരയുടെ വായിച്ചിട്ട് അതുണ്ടാക്കിയ അസ്വസ്ഥത മാറാൻ വേണ്ടിയിട്ട് ബഷീറിന്റെ പ്രേമലേഖനം അടുത്ത കാലത്ത് വായിക്കേണ്ടി വന്നു, ഒരാഴ്ച മുമ്പ്. അപ്പോ അങ്ങനെയുള്ള ഒരു വിഷാദത്തെ ഉണർത്തുന്നു എന്നൊക്കെ ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പോ MT വാസുദേവൻ നായരുടെ ശിലാലിഖിതം വായിക്കുമ്പോഴും നമുക്ക് സംശയം തോന്നും. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു എഴുത്ത് രീതി അതിനകത്തുണ്ട്. പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ ആ കഥയോട് വിയോജിപ്പ് തോന്നും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സംഭവങ്ങൾ നടക്കുമോ? ഒരു കുട്ടി ഇങ്ങനെ വിഷം കഴിച്ചു കിടക്കും, ആരും നോക്കാതിരിക്കുമോ? എൻ്റെ നാട്ടിൽ സംഭവിക്കില്ല, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലും സംഭവിക്കില്ല. അപ്പൊ ഇങ്ങനെ അതിഭാവുകത്വം കലർത്തി അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കൂടുതൽ നിറം കലർത്തി കഥയും നോവലും ഒക്കെ സൃഷ്ടിക്കുന്ന കാലത്ത് എനിക്ക് തോന്നിയത് ഓരോ കഥയും ഒരു ശുഭകരമായിട്ടുള്ള ഒന്ന്, അതായത് നമ്മുടെ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. ജീവിതത്തിൽ കുറേയധികം വിഷാദങ്ങൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും, അതിനപ്പുറത്ത് സന്തോഷങ്ങൾ ഉണ്ടാവും. അതൊക്കെ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അവസാനം കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ തന്നെയാണ് ജിൻഷ കഥകൾ ഓരോന്നും അവസാനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വല്ലാത്തൊരു ദുരന്ത ബോധത്തിലേക്ക് മനസ്സിനെ കഥയും വലിച്ച് കൊണ്ടുപോകുന്നു, മനഃപൂർവ്വം വിശേഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് ചില കഥാകൃത്തുക്കൾ. ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പെരുപ്പിച്ച് പറയുന്നുണ്ട്. വളരെ കൈയടക്കത്തോടു കൂടി എഴുതിയിരിക്കുകയാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്. ഞാൻ കഥകളെ വിശകലനം ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ അതേ പ്രസംഗം നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കഥകളിലുള്ള താല്പര്യം ആളുകൾക്ക് നഷ്ടപ്പെടുമല്ലോ. അപ്പോ ഇത് വളരെ മനോഹരമായിട്ടുള്ള രീതിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കഥ എഴുതാനായില്ല, അല്ലെങ്കിൽ എനിക്ക് ഉപമകളോ ഉൽപ്രേക്ഷകളോ ഒന്നുമല്ല. അത് എന്താണ് ഏറ്റവും ആകർഷകമായിട്ട് ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു കഥയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ ഭംഗിയായിട്ട് ഉണ്ടാക്കുന്നു. ഒരു കഥയും വായിച്ചില്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഗ്രാമീണ ജീവിതം പോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവസാനം ഒരു സ്വാസ്ഥ്യവും സന്തോഷവും ഒക്കെ സ്ഥിരസ്ഥായിയായിട്ട് നിൽക്കുന്ന കഥകളാണ് ജിൻഷയുടെ കഥകൾ എനിക്ക് തോന്നിയത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഇത്തരം വ്യത്യസ്തതകളൊക്കെ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിനോടൊരു വിയോജിപ്പ് തുടങ്ങണം. വിയോജിപ്പ് തുടങ്ങുമ്പോഴാണ് അതിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കഥ രൂപപ്പെടുള്ളൂ. ഒരു കഥ അല്ല ഒരു നോവൽ എഴുതിയിട്ട് അതുപോലെ ഒരു നോവല് എഴുതുന്നതിനേക്കാൾ നല്ലത് ആ കഥയോട് ആ നോവലിനോട് വിയോജിച്ചുകൊണ്ട് മറ്റൊന്ന് എഴുതുക എന്നുള്ളതാണ്. അത് അപ്പോഴാണ് ആളുകൾ തുടർച്ചയായിട്ട് ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ സാഹിത്യകാരിയെ പിന്തുടരുകയുള്ളൂ. അല്ലെങ്കിൽ വഴിയിൽ വെച്ചിട്ട് പല പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാരെ നോവലുകളും കഥകളും ഒക്കെ വായന നിർത്തുന്നത് പോലെ ആളുകൾ വായന നിർത്തും. അപ്പൊ ജിൻഷയ്ക്ക് അതിൽ മുന്നേറാൻ പറ്റട്ടെ എന്നുകൂടി ഞാൻ പറയുന്നു. നമസ്കാരം. ശിവലാൽ മാസ്റ്റർ അവതരണം എന്നുള്ളതായിരുന്നു ഇന്നത്തെ പരിപാടിയുടെ ഒരു മുഖ്യ ആകർഷണമായിരുന്നത്. ശിവലാൽ മാസ്റ്റർ സംസാരിക്കുമ്പോഴും ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുമ്പോഴും ഒക്കെ അതിന് പ്രത്യേകമായിട്ടുള്ളൊരു സൗന്ദര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കേൾക്കുക എന്നുള്ളൊരു ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിലും മാസ്റ്ററുടെ അവതരണത്തിൻ്റെ ചില അംശങ്ങൾ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പിന്നീട് തുടർച്ചയായിട്ട് കേൾക്കാൻ പറ്റിയത് 8:30 മുതലാണ്, ജിൻഷ മൈക്ക് കയ്യിലെടുത്തത് മുതലാണ്. പക്ഷേ അത് ഏതാണ്ട് 3/4 മണിക്കൂർ സുഭദ്ര ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ താഴെ വയ്ക്കാതെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു സൗന്ദര്യം അതിനുണ്ടായിരുന്നു. അതിൻ്റെ ഭാഷയുടെ സൗന്ദര്യം, ആ ഒരു അകൃത്രിമത്വത്തിൻ്റെ, ജാടയില്ലായ്മയുടെ, ലാളിത്യത്തിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടായിരുന്നു. ഒരു വള്ളുവനാടൻ ശൈലി എന്നാണ് വിചാരിച്ചത്. പിന്നെ കണ്ണൂരിൻ്റെ ഒരു സംസാര ശൈലിയാണെന്ന് തോന്നിയില്ല. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ചെടുത്തു, കാവ്യമാധവൻ ഇതുപോലെയൊക്കെ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ
കണ്ണൂരിൻ്റെ ചില ഭാഗങ്ങളിലും ഈ വള്ളുവനാടൻ ശൈലി ഉണ്ടാകുമായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ ഈ പറയുന്ന കാരണം നമ്മൾ ഈ ഇവിടെ വായനാഴ്ച വ്യാഴാഴ്ച വായനാഴ്ചയിൽ അവതരിപ്പിച്ച ഒരു പുസ്തകാവതരണങ്ങളിലും അതിനകത്ത് പങ്കെടുത്ത ഒരു കഥാകൃത്തുക്കളും അല്ലെങ്കിൽ എഴുത്തുകാരും ഇത്രയേറെ സമയം ഇത്രയേറെ ലാളിത്യത്തോടെ നമ്മൾ ഈ എഴുത്തുകാരെന്ന് പറയുന്നത് തന്നെ കുറച്ചൊക്കെ ജാടയും കുറച്ചൊക്കെ ഒളിച്ചു വെക്കലും ഒളിച്ചു വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ രഹസ്യങ്ങളും പുറത്തേക്ക് വിടാതെ തങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ട്രേഡ് സീക്രട്ടുകളൊക്കെ സൂക്ഷിക്കുന്ന അങ്ങനെയാണ് എഴുത്തുകാരെ പറ്റി പൊതുവെ നമ്മൾ ധരിച്ചിട്ടുള്ളത്. പക്ഷെ ഇതൊന്നുമില്ലാതെ ഒരു തുടക്കക്കാരിയാണ് എന്നിരുന്നിട്ടും അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ട് പോലും എനിക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല എന്നുള്ള തുറന്ന മനസ്സോടുകൂടി എല്ലാ കഥകളിലും ആ ആ കഥകളുടെ പിന്നിലുമുള്ള അല്ലെങ്കിൽ ആ കഥ വ്യത്യസ്തമാകണമെന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടി അതിനകത്ത് ഒരു സൂത്രം കാണിച്ചിരിക്കുന്നു. ഇതൊക്കെ തുറന്നു പറയുന്ന ഒരു അവതരണം ഈ 45 മിനിറ്റോളം നീളുന്ന ഒരു പറച്ചിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ അവതരണം വേണ്ട രീതിയിൽ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും ഈ 45 മിനിറ്റ് എനിക്ക് ആ പുസ്തകം വായിച്ചതിനേക്കാൾ ഒരുപക്ഷെ സന്തോഷം ഉണ്ടായി എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആ പുസ്തകം ആമസോണിൽ പോയി ബുക്ക് ചെയ്തു. ഫെബ്രുവരി 7-നോ 8-നോ അത് കിട്ടും. അതൊന്ന്. പിന്നെ ഞാനതിൻ്റെ റിവ്യൂസ് നോക്കി. കാരണം ഇത് ഇത്രയേറെ ഈ പറയുന്ന ഇത്രയേറെ തെളിമയുള്ള ഇത്രയേറെ ഭംഗിയുള്ള ഒരാളുടെ എഴുത്തിനെ പറ്റി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു കൗതുകം കൊണ്ടും കൂടിയാണത്. അപ്പം എനിക്ക് രണ്ട് കാര്യങ്ങൾ തോന്നിയത്. ഒന്ന്, കൃഷ്ണകുമാർ മാഷിനോടുള്ള ഒരു സ്നേഹാദരം കൊണ്ടായിരിക്കാം ഇത്രയേറെ തുറന്നു പറയുന്നത്. മാഷ് ക്ഷണിച്ചു വരുന്ന ഒരു പരിപാടി. പിന്നെ എനിക്ക് തോന്നി അല്ല, ശിവലാൽ മാഷ് അത്രയേറെ ആഴത്തിലും അത്രയേറെ ഇപ്പോൾ ഈ പല അവതരണങ്ങളും കേട്ടപ്പോൾ ഈ കൃതി ഇദ്ദേഹം വായിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞു. പക്ഷേ ശിവലാൽ മാഷാണെങ്കിലോ അത്രമേൽ ആ കഥകളെ തൊട്ടറിഞ്ഞുകൊണ്ട് അത് അവതരിപ്പിച്ചു. അപ്പോൾ ആ ഒരു അവതരണത്തോട് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയുക, ഹൃദ്യത കൊണ്ടായിരിക്കാം അത്രമേൽ മനോഹരമായിരുന്നു ആ പറച്ചിൽ. അത് പക്ഷേ എനിക്ക് മാത്രമല്ല, പലർക്കും. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ സമയത്തിൻ്റെ തുടക്കത്തിലെ കുറിച്ചും അതിൻ്റെ അവസാനിപ്പിക്കലിനെ കുറിച്ചും ഒക്കെ നമുക്ക് മൊത്തത്തിൽ കൃഷ്ണകുമാർ മാഷിനും മറ്റുള്ളവർക്കും ഉള്ള സംഘാടകർക്കും ഉള്ള ഒരു കൃത്യത ഇവിടെയും വന്ന് നമുക്കിത് നിർത്താം. 8 മണിക്ക് വൈകിയാണല്ലോ തുടങ്ങിയത്. അത് നിർത്താമെന്നെങ്ങാനും തീരുമാനിച്ചെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ കയറി സംസാരിച്ച് സമയം പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ശിവലാൽ മാഷും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ കയറി പറയാമെന്ന് വിചാരിച്ചത്. എന്താണെങ്കിലും തീർച്ചയായിട്ടും ജിൻഷയ്ക്ക് അഭിമാനിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഞാൻ അങ്ങനെ നവമാധ്യമങ്ങളിൽ കൂടി തന്നെയാണ് എഴുതി തുടങ്ങിയത്. ഞാൻ ദേശാഭിമാനിയിലോ മാതൃഭൂമിയിലോ ആഴ്ചപ്പതിപ്പിൽ എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന രീതിയിൽ ഒരു തുറന്ന് പറച്ചിൽ, ഒരു നമ്മുടെ മനസ്സിനെ തന്നെ, നമ്മുടെ ഹൃദയത്തെ തന്നെ കഥകൾക്കും അപ്പുറം ആ കഥയ്ക്ക് പിന്നിൽ നമ്മുടെ MT ഒക്കെ ഒരു കഥ ജനിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുപോലെയൊക്കെ 9 കഥകൾ ജനിച്ചത് എങ്ങനെയാണ് എന്ന് അത്രമേൽ മനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും 24 പേരോ 25 പേരോ മറ്റാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത്. അതിൽ 27 മറ്റോ എത്തിയോന്ന് എനിക്കറിയില്ല. ഞാനിതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് ഇത് കേൾക്കാൻ പറ്റാതെ പോയ നിർഭാഗ്യത്തെ കുറിച്ചിട്ട് ആ കേൾക്കാൻ പറ്റാതെ പോയവരുടെ നിർഭാഗ്യത്തെ കുറിച്ച് കൂടി ഓർക്കുകയായിരുന്നു ഞാൻ. എന്തായാലും മനോഹരമായിരിക്കുന്നു. കൂടുതൽ കൂടുതൽ കൃതികൾ എഴുതാനും വായനക്കാരിലേക്ക് എത്താനും ഒക്കെ കഴിയട്ടെ. അങ്ങേയറ്റം ആശംസകൾ. തീർച്ചയായിട്ടും വായനാഴ്ചയ്ക്കും ഈ കൃഷ്ണകുമാർ മാഷിനും മറ്റ് സംഘാടകർക്കും എല്ലാം അഭിനന്ദനങ്ങൾ. ഇത്തരത്തിലുള്ള നമ്മളെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന എഴുത്തുകാരെ അവരുടെ അനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ ഇനിയും തുടരെ കഴിയട്ടെ എന്നും കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. സന്തോഷം സർ. താങ്ക് യു.
സമയം ഒരു പ്രശ്നമാക്കുന്നില്ല. ജിൻഷ നമ്മുടെ കൂടെയുണ്ട്. സംസാരിക്കാം ട്ടോ എല്ലാവർക്കും. ആദ്യമായിട്ട് ശിവലാൽ മാഷ് വലിയൊരു അഭിനന്ദനം നേരുകയാണ്. ഇത്രയും നല്ല രീതിയിൽ ഈ ഒരു പുസ്തകം അവതരിപ്പിച്ചതിൽ. പിന്നെ ജിൻഷ മാഡത്തിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒന്ന്, മാഡത്തിൻ്റെ സബ്ജക്റ്റ് കോമേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ എഴുത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ കോമേഴ്സിൽ നിന്ന് ഈ എഴുത്തും ആയിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ചോദ്യം. പിന്നെ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കഥകളിൽ ഇപ്പോൾ ഇതിൻ്റെ ഓട എല്ലാവരും അത്രയധികം വായിച്ച് അത്രയധികം ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ അഗ്രസന്ധനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ടല്ലോ. അതിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, ഒരു കുത്തിവരകളെ കുറിച്ച്, അതായത് മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ഷോർട്ട് ഹാൻഡിൻ്റെ ഒരു രീതിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, മലയാളത്തിലെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്നത്. അപ്പം അത് സത്യത്തിൽ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കോളേജ് കാലഘട്ടം ഓർമ്മ വന്നത്. അന്ന് ഇതേപോലെ നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കുമ്പോൾ ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പോൾ സുഭാഷ് ചന്ദ്രൻ്റെ കാലം തന്നെയായിരുന്നു അത്. സുഭാഷ് ചന്ദ്രൻ അവിടെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ടൊരു ചെറുകഥ എഴുതിയിട്ടുള്ളത് ഞങ്ങളുടെ കോളേജ് മാഗസിനിൽ. അപ്പോൾ ഇതും കൂടിയൊക്കെ കണക്ഷൻ ഒരുപാട് ഇതേപോലെ വായിച്ചു വന്നപ്പോൾ മനസ്സിലേക്ക് ഒരുപാട് കയറി. പിന്നെ ഇത് നേരത്തെ ബ്രൂസ്ലി സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ ആഴത്തിലുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു മാഡത്തിൻ്റെ. ഒരുപാട് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ചോദിച്ചിട്ട് സമയക്കുറവ് മൂലമാണ്. അപ്പോൾ ഒന്ന്, ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു അധ്യാപികയായിരുന്നു കൊണ്ട് കോമേഴ്സും ഇതും തമ്മിൽ ഒരു കണക്ഷൻ വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്ട്സ് ആണല്ലോ, അതൊന്ന്. പിന്നെ ഇതിലെ വിസലിറ്റ്സ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. അതിൽ ഒരു എഴുത്തുകാരൻ്റെ ഉയർച്ച താഴ്ചകളെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്. ആദ്യം വളരെയധികം ഉയർന്നു നിൽക്കുന്നു, പിന്നെ പ്രസാധകർ തന്നെ ആളെ തള്ളിപ്പറയുന്നു, പിന്നെ പുതിയകാല എഴുത്തുകാരെ പ്രൊമോട്ട് ചെയ്യുന്നു, അവസാനം വീണ്ടും ഉയർച്ചയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ കണ്ടും കേട്ടും വന്നിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു രണ്ട് കഥകളെ കുറിച്ചിട്ടും കൂടി ഒന്ന് വിശദീകരിക്കാമോ? താങ്ക് യു ടീച്ചർ. ഇല്ല, ഒന്നാമത്തെ കാര്യം കൊമേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, കൊമേഴ്സ് ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് എടുത്ത വിഷയമാണ്. പിന്നെ ഹിസ്റ്ററി ഹിസ്റ്ററി എടുക്കണം എന്നായിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ പറ്റിയില്ല. അവസാനം കൊമേഴ്സിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ കൊമേഴ്സ് എടുത്ത ഒരാളാണ്. പക്ഷെ കൊമേഴ്സ് ഒരിക്കലും എനിക്ക് എൻ്റെ എഴുത്തിനോടോ വായനയോടോ തടസ്സമായിട്ടൊന്നും വന്നിട്ടില്ല. കാരണം ഞാന് കൊമേഴ്സ് എന്താന്ന് അറിയുന്ന കാലത്തിന് മുന്നേ വായിച്ചു തുടങ്ങിയ ആളാ. എനിക്ക് ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ഒരു 9 ഒക്കെ എത്തുമ്പോഴാണ് കൊമേഴ്സ് എന്താന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടുന്നത്. ഹൈസ്കൂൾ എത്തിയപ്പോഴാണ് ശരിക്കും കൊമേഴ്സ് എന്നുള്ള വാക്ക് തന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. യുപി വരെ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പൊ പക്ഷെ വായന അതിന് മുന്നേയും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് വേറെയാണ്, മലയാളം വേറെയാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ചിലപ്പോ മലയാളം പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മലയാളം ഇപ്പം ഈ അടുത്ത് എൻ്റെ ഒരു മട എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കഥ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രസിദ്ധീകരിച്ച് വന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, കഥാകാരിയും കവിയൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് അത് വായിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ആദ്യത്തെ വാക്യത്തിന് ഇടയ്ക്കിടയ്ക്ക് കോമയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കോമയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് എന്തോ ഒരു വാക്ക് പറഞ്ഞു. ആള് മലയാളമൊക്കെ കഴിഞ്ഞ് മലയാള വിഭാഗത്തിൽ അധ്യാപികയായിട്ട് മറ്റോ വർക്ക് ചെയ്യുന്ന ആളാ. അപ്പൊ എന്തോ ഒരു വാക്ക് പറഞ്ഞു. എനിക്ക് ആ വാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ വാക്ക് എനിക്കത് ഓർമ്മയില്ല സത്യം. ഇപ്പൊ എന്താന്നുള്ളത് എനിക്ക് അന്നും ആ പറഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താന്ന് രണ്ടാമത് ഞാൻ ചോദിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നും, അപ്പൊ ഞാൻ മലയാളം പഠിച്ച് ഇങ്ങനെയൊക്കെ ഈ കോമിക്കൊക്കെ ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ ഉണ്ടല്ലേ. കോമിക്കുള്ള കുറച്ച് അർത്ഥങ്ങൾ നമുക്ക് അറിയാം. അതായത് നമ്മള് എന്താ പറയാ, പണ്ടോട്ട് ഇങ്ങനെ പറയുന്ന കുറച്ചധികം കാര്യങ്ങൾ, അങ്ങനെ കോമ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയായിരുന്നു. പക്ഷേ എന്താ പറയാ, ഇതുപോലെ ഈ ഇങ്ങനെ ഓരോ വാക്കുകൾക്കിടയിലൊക്കെ കോമ വരണേന് ഇങ്ങനെ
അർത്ഥണ്ട്, ഇങ്ങനൊരു വാക്കുണ്ട് അതിനെന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് തോന്നി മലയാളം പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതുകയില്ലായിരുന്നു. കാരണം നമ്മളിതൊക്കെ വിമർശന ബുദ്ധിയോട് കൂടിയിട്ടൊക്കെ ചിലപ്പോ എടുക്കൂലോ. ഇങ്ങനെയല്ല വേണ്ടത്, അല്ലെങ്കിൽ ഈ വാക്കല്ല ഇവിടെ വേണ്ടത്. ഇത് അറിയാത്തോണ്ട് തന്നെയാ ഞാൻ എഴുതിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊമേഴ്സിലോട്ട് വന്നോണ്ട് എഴുതാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നു. ഞാന് കഥകളിങ്ങനെ പ്രസിദ്ധീകരിക്കാൻ അയക്കുന്ന സമയത്ത് ആ ഒരു സമയം പക്ഷെ എന്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരുടെ കഥകൾ ആനുകാലികങ്ങളിൽ വരുന്നു. അപ്പൊ നമ്മളൊരു കുറച്ചൊരു സങ്കടത്തോട് കൂടിയിട്ടൊക്കെ ഇതെടുത്ത് നോക്കൂലോ. അങ്ങനെ നോക്കണ സമയത്ത് ഇതില് പക്ഷെ കൂടുതൽ പേരും മലയാളം സ്റ്റുഡൻസ് ആണ്. അത് പല പേര് കേട്ടിട്ടുള്ള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യണ സമയത്താണെങ്കിൽ ഇപ്പൊ പഠിപ്പിക്കണ സമയത്താണെങ്കിലും ഒക്കെ നമ്മളവിടെ ക്ലാസ് മുറിയിൽ അത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വർക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ. പക്ഷെ ക്ലാസ് മുറിയിൽ വരുന്ന സമയത്ത് ഈ പറയണ ഇതേ പ്രാരാബ്ദങ്ങൾ തന്നെയാണ്. നമ്മള് ബാലൻസ് ഷീറ്റ് ടാലിയാക്കാൻ ഓടുന്നു, അവിടെ ലാബിലിറ്റി കൂടിക്കഴിഞ്ഞ് ഇവിടെ അസറ്റ് കൂട്ടണം. അങ്ങനെ നമ്മൾ മൊത്തം ഈ പറയണ പ്രാരാബ്ദങ്ങൾ തന്നെയാണ് എപ്പോഴും തലയ്ക്കകത്തുള്ളത്. അതുകൊണ്ട് ശരിക്കും കൊമേഴ്സ് പഠിച്ചവരിക്കാണ് എഴുതാൻ സുഖം എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയധികം ബാധ്യതകളുടെ കണക്കുകൾ നമ്മൾ സ്ഥിരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. ഉം. ഇതൊന്നാമത്തെ കാര്യം. അപ്പൊ അത് തന്നെയാണ് കൊമേഴ്സ് എടുക്കുന്നോണ്ടോ അല്ലെങ്കിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്നോണ്ടോ ഒന്നും എനിക്കങ്ങനെ വേറെ ആയിട്ട് തോന്നിയിട്ടില്ല. ആഹ് വായന വേറെയും അല്ലെങ്കിൽ എഴുത്ത് വേറെയും എന്റെ വിഷയം വേറെയും ആണ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചെറിയ സങ്കടം ഉണ്ടാവാറുണ്ട്. അത് സത്യാണ്. അതായത് ഈ മലയാളം വായിച്ചവർക്ക് പഠിക്കുന്നവർക്ക് കുറേയധികം പുസ്തകങ്ങളുടെ പേരുകള് റെഫറൻസ് ചെയ്യേണ്ടുന്ന കുറെ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ അറിയാം. ഇതൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ അവര് ഈ ഇന്ന രീതിയിൽ പഠിച്ച ഓരോ കഥകളൊക്കെ ഒരു ഗ്രൂപ്പിൽ പെടുത്തിയിട്ടൊക്കെ അവർക്ക് സിലബസിലുണ്ടല്ലോ. അങ്ങനെയൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിൻ്റെതായിട്ടുള്ള. പക്ഷെ ആഹ് ഈ പറയണ പോലെ അതത്ര വലിയൊരു ഇതായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഷോർട്ട് ഹാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോണതിന് മുന്നേ ഞാൻ ഷോർട്ട് ഹാൻഡിന്റെ ഒരു കോഴ്സ് പഠിച്ച ആളാ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഷോർട്ട് ഹാൻഡ് നന്നായിട്ട് അറിയാം. ഇപ്പോഴും ഷോർട്ട് ഹാൻഡിൽ എഴുതാനും വായിക്കാനും ഒക്കെ നന്നായിട്ട് അറിയാം എനിക്ക്. അപ്പോ അഗ്രസന്ധന എഴുതണ സമയത്ത് ആ ഒരു ക്യാരക്ടറിന് എന്ത് ജോലി കൊടുക്കണം എന്നുള്ളൊരു തോന്നല് വന്നപ്പോഴാണ് പെട്ടെന്ന് ഷോർട്ട് ഹാൻഡ് അറിയുന്ന ഒരാള് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ടീച്ചർ പഠിച്ചിട്ടുണ്ട്, ടീച്ചർക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോഴും എവിടെയെങ്കിലും ബസ്സിലൊക്കെ പോണ സമയം ഒരു ബോർഡൊക്കെ കണ്ടാൽ ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിൽ അതിന്റെ ഷോർട്ട് ഹാൻഡ് ലെറ്റേഴ്സ് ഇങ്ങനെ വരും. അപ്പൊ ഷോർട്ട് ഹാൻഡ് പഠിച്ച ഒരാൾക്ക് അതില് തിരിച്ച് എഴുതിയെടുക്കുക എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഒരു കൗതുകമാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിത് വലിയ കൗതുകമാണ്. എനിക്കിപ്പോഴും എന്തെങ്കിലും ഒരു അക്ഷരം, അത് മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ പെട്ടെന്നൊന്ന് ഷോർട്ട് ഹാൻഡിൽ എഴുതിയെടുക്കുക. എങ്ങനെയാ അത് എന്നുള്ളത് ഇങ്ങനെ ഞാൻ വായുല് വരച്ച് കൂട്ടുകയെങ്കിലും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ ഒരു ഷോർട്ട് ഹാൻഡിലേക്ക് ആള് കഥയുടെ കുറിപ്പുകൾ എഴുതുന്നു എന്നുള്ളതൊന്നും എനിക്കങ്ങനെ ഞാനത് പഠിച്ചിട്ടുള്ളതായത് കൊണ്ട് തന്നെ എനിക്കത് എഴുതാൻ എളുപ്പമായിരുന്നു. ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് എഴുതൂലായിരുന്നു. പക്ഷെ എനിക്കറിയുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഷോർട്ട് ഹാൻഡ് എന്നുള്ളൊരു ചുരുക്കെഴുത്ത് പ്രയോഗമൊക്കെ ആ കഥയിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ മൂന്നാമത് വിസ്ലിറ്റ്സയുടെ കാര്യമാണ് ചോദിച്ചത്. അത് സത്യമാണ്. നമ്മൾ കാണുന്ന ഇന്നത്തെ കാലത്ത് കണ്ടിട്ടുള്ള എഴുത്തുകാരുടെ അവസ്ഥകള്, എഴുത്തുകാരെങ്ങനെയാണ് ഇല്ലാണ്ടായി പോണേ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു ഗ്രാഫ് താഴ്ന്നു താഴ്ന്നു പോണേ എന്നുള്ളതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. ഒരുപാട് നന്ദി മാം.
അപ്പോൾ ഒരു സമയക്കുറവുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദിക്കണമെന്നുണ്ട്. അത് പിന്നീട് ഞാൻ നേരിട്ട് വിളിച്ച് ചോദിച്ചോളാം. അപ്പോൾ വളരെ സന്തോഷം. നന്ദി. ഓക്കെ, താങ്ക് യു. അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായി 1ാം വർഷ B.Ed ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സൗന്ദര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു രണ്ട് വാക്ക് മാഷൊന്ന് പറഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ മഹാപാതകമാവും. ഒരു എന്താ പറയുക, ഒരു തടസ്സം ഇല്ലാതെ വെറും ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണ് നമ്മുടെ കഥാകാരി ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഇത്രയും ലളിതമായ ഒരാളാണെന്ന് സംശയിച്ചിരുന്നു, എഴുത്ത് വായിച്ചപ്പോൾ സംശയിച്ചിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുകയാണ്. ഇത്രയും സമയം ജിൻഷ നമ്മളോടൊത്ത്, നമ്മൾ ഒരാളായിട്ട്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ തോന്നി അല്ലേ? അത്രയും ഇന്റലക്ച്വൽ ഹോണസ്റ്റി ഉള്ള ഒരു രീതിയിലുള്ള ഇടപെടൽ. ശരിക്കും ഒരു താരകം താഴേക്ക് ഇറങ്ങി വന്ന് ദീർഘനേരം മണ്ണിൽ ഇരുന്ന് സംസാരിച്ചൊരു പ്രതീതിയാണ്. വെറുതെ പുകഴ്ത്തി പറയുന്നതല്ല. കാരണം KLF-ലൊക്കെ വന്നപ്പോൾ ഒന്ന് അടുത്ത് കാണാനോ മിണ്ടാനൊന്നും പറ്റാത്തത്ര അധികം ഒരു സെലിബ്രിറ്റിനെസ് നിറഞ്ഞ ഒരാളെയാണ് നമുക്ക് ഇത്രയും നേരം 2 മണിക്കൂറോളം ആകാറായി. അപ്പൊ ഇനി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കിട്ടുമോ എന്നുള്ളൊരു ഉത്കണ്ഠയും ഉള്ളിലുണ്ട്. ഒരാളിങ്ങനെ നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോഴുള്ളൊരു സങ്കടം പോലെ തോന്നുന്നുണ്ട്. അത്രയും നമ്മളോടൊക്കെ അത്രയും ചേർന്ന് സംസാരിച്ചു. ഈ പുസ്തകം എന്നതിനേക്കാൾ അപ്പുറം മനുഷ്യനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യാഴാഴ്ച വായനാഴ്ചയുടെ പല ലക്കങ്ങളും നമുക്ക് ഈ ഗ്രന്ഥകാരന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി. ഒരു സ്വപ്ന സാക്ഷാത്കാരവുമായിട്ട് ഈ ലക്കം വ്യാഴാഴ്ച വായനാഴ്ച കാണുകയാണ്. എങ്ങനെ ഇത്ര ശുദ്ധമാകാൻ സാധിക്കുന്നു, എങ്ങനെ ഇത്ര ലളിതമാകാൻ സാധിക്കുന്നു, എങ്ങനെ ഇത്ര ഋതുവാകാൻ സാധിക്കുന്നു എന്ന ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. പക്ഷെ അതിന് മറുപടിയൊന്നും വേണ്ട, അതറിയാം. നമ്മളാകുക എന്നൊരു സന്ദേശം വളരെ മിനുസമായിട്ട് തന്നെ ജിനിഷ പറഞ്ഞു തന്നു. ഒന്നും എന്താ പറയുക, ഒന്നും ആകാൻ ശ്രമിക്കേണ്ട, അപ്പൊ തന്നെ നമ്മൾ ആകുന്നുണ്ടെന്നുള്ള തെളിവാണ്. ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നോക്കിയിട്ടും പുസ്തകങ്ങൾ വായിക്കപ്പെടാതിരിക്കുന്ന ഈ കാലത്ത് ഈ പറഞ്ഞ ഒരു മാതൃഭൂമിയുടെ ഒരു ലേബലൊന്നും ഇല്ലാതെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ആകണം എന്നൊക്കെയുള്ള തോന്നൽ പറയുന്ന പോലെ മാതൃഭൂമിയിൽ വന്നാലേ എഴുത്താവുള്ളൂ എന്നൊക്കെയുള്ള തോന്നലൊക്കെ മാറ്റിപ്പിടിച്ച് നല്ല രീതിയിലുള്ള ഒരു വായനക്കാരെ കിട്ടിയ ജിൻഷ നമ്മളോട് എല്ലാം നഗ്നമായി പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് അഖിൽ ധർമ്മജനെയാണ് ഓർമ്മ വന്നത്. അഖില് 2 ലക്കത്തിൽ നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. അഖിൽ എത്ര നേരമാണ് നമ്മളോട് സംസാരിച്ചിരുന്നത്. അപ്പൊ ഇനിയും ജിൻഷയെ ഞങ്ങൾ വിളിക്കും കേട്ടോ. അപ്പൊ ഇതുപോലെ ഞങ്ങളോടൊത്ത് ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ ശിവലാൽ മാഷ് ഇത്രയും തിരക്കുകൾക്കിടയിൽ വിശദമായിട്ട് ഓരോ കഥയെയും അങ്ങനെ പറയരുത് എന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോഴാണ് അതിനൊരു ഭംഗി വന്നതെല്ലാം. ഇനി അത് കൂടുതൽ കൂടുതൽ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാകും. അതുപോലെ മനോഹരമായിട്ട് നമ്മുടെ അർച്ചന കലേഷ് മോഡറേറ്ററായിട്ട് പ്രവർത്തിച്ചു. നല്ല ശബ്ദ സൗന്ദര്യം. അതുപോലെ ഫായിസ നല്ല ഭംഗിയായിട്ട് തന്നെ സ്വാഗതം പറഞ്ഞു. ഇനി നന്ദി പറയാൻ പോകുന്ന സൗന്ദര്യക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതിൽ ഒരുപാട് പേര്, പല സുഹൃത്തുക്കളും പങ്കെടുത്തു. ജിൻഷ നേരിട്ട് വിളിക്കാം. എന്തായാലും സന്തോഷം കേട്ടോ, ഒത്തിരി സന്തോഷം. പിന്നെ ഞങ്ങളുടെ കോളേജിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കോളേജിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പുരസ്കാരങ്ങൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ എക്സ്പോഷറും കൂടുതൽ കൂടുതൽ റിവാർഡ്സ് ഒക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതും കൂടെ ഒന്ന്, ഒരു അന്ധവിശ്വാസമാണെന്നൊക്കെ പറയെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണത്. അപ്പോൾ ഒരു ദിവസം കോളേജിലേക്ക് വരികയും വേണം. നമ്മൾ വിളിക്കാം. നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ ഫോൺ ചെയ്യാം കേട്ടോ. താങ്ക് യു. സന്തോഷം സർ, സന്തോഷം. ഞാൻ ചെറുതായിട്ടൊരു അന്ധവിശ്വാസിയും കൂടെ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും സന്തോഷം. താങ്ക് യു. ഒത്തിരി ഒത്തിരി പേര് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ട്ടോ. ഒത്തിരി പറഞ്ഞ ലിസ്റ്റ് തീരില്ല. കോളേജിൽ നമ്മുടെ സുകുമാർ അഴീക്കോട് സാറ് പോലും അങ്ങനെയാണ്. സാർ അവിടെ വന്നതിന് ശേഷമാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് സാറ് ആയത്. സാറ് ഞങ്ങളുടെ കോളേജിൽ 10 വർഷം പ്രിൻസിപ്പൾ ആയിരുന്നു. ഓ, സുകുമാർ ശരി. ആഹാ. പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. മാത്രമല്ല ഇപ്പൊ ഞങ്ങളിങ്ങനെ ഈയിടെയല്ല, കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്തെങ്കിലും പരിപാടിയിൽ അതിഥിയായിട്ട് വന്നു പോയാൽ പിന്നെ ഒരു അവാർഡ് കിട്ടിയെന്നെങ്കിലും കേൾക്കാം, അല്ലെങ്കിൽ ഒരു സ്ഥാനം കിട്ടി, അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് കുറേം കൂടി പ്രകാശമായി എന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ജിൻഷ ഒരുപാട് അവാർഡുകൾ പ്രതീക്ഷിച്ചിരുന്നോളൂ. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു. അർച്ചന പറഞ്ഞു.
അടുത്തതായി ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായി 1ാം വർഷ BEd ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി സൗന്ദര്യയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വായന എന്നത് അറിവിൻ്റെ വെളിച്ചമാണ്. ഒരു നല്ല പുസ്തകം വായിക്കുന്നത് അനന്തമായ ലോകങ്ങളിലേക്ക് കടന്നു പോകുവാനുള്ള അതിമനോഹരമായ അനുഭവമാണ്. പുസ്തകങ്ങൾ നമ്മളെ വളർത്തുന്നു, ചിന്തകൾ പുഷ്ടിപ്പെടുത്തുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ സമ്മാനിക്കുന്നു. ഈ ലക്ഷ്യത്തോടെയാണ് വ്യാഴാഴ്ച വായനാഴ്ച എന്ന ഈ വിലപ്പെട്ട പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യമായി ഈ പരിപാടിക്ക് അമൂല്യമായ പിന്തുണ നൽകുന്ന ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ്സിനുള്ള ആദരപൂർവമായ നന്ദി രേഖപ്പെടുത്തുന്നു. തത്സമയം പുസ്തകം മനോഹരമായി അവതരിപ്പിച്ച് അതിൻ്റെ ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഡോക്ടർ ശിവലാൽ സാറിന് ആഹ്ലാദപൂർവ്വം നന്ദി പറയുന്നു. ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത് തൻ്റെ കൃതിയായ ഒഡ പരിചയപ്പെടുത്തുകയും വിലപ്പെട്ട ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്ത പ്രിയപ്പെട്ട എഴുത്തുകാരി ജിൻഷ ഗംഗ മാമിനോടും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. പരിപാടിയുടെ ശോഭ വർദ്ധിപ്പിക്കുന്നതിലും അതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിലും അനിവാര്യ പങ്ക് വഹിച്ച ടീച്ചർ കോർഡിനേറ്റേഴ്സ് ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മാമിനും നന്ദി അറിയിക്കുന്നു. ഒടുവിൽ ഈ സംവാദത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഈ സംരംഭത്തെ ഉത്സാഹത്തോടെ പിന്തുണയ്ക്കുന്നവരെയും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മളെ എല്ലാവരെയും മാനസികമായി സമ്പന്നരാക്കിയ ഈ സംവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. ഈ സാഹിത്യയാത്ര നിലനിൽക്കട്ടെ. കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിലൂടെ പുതിയ ലോകങ്ങൾ തേടാനും ഈ പരിപാടി പ്രചോദനം നൽകട്ടെ. നമുക്കൊരുമിച്ച് വായിക്കാം, ചർച്ച ചെയ്യാം, അറിവിൻ്റെ പ്രകാശത്തിലേക്ക് മുന്നേറാം. നന്ദി.